السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، اصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, കിതാബ് തൗഹീദിലെ ആമുഖമായ ഒന്നാമത്തെ അധ്യായം, അതിലെ 3-4 ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ 3 ആയത്തുകൾ വിശദീകരിച്ചു അല്ലെ? 4 ആയത്തുകളാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ചത്. അടുത്തതായി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ സൂറത്ത് അൻആമിലെ 3 ആയത്തുകളാണ് ഈ ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നത്. وقال المؤلف رحمه الله وقوله قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا. عليكم السلام. الآيات സൂറത്തുൽ അൻആമിലെ 151 മുതൽ 53 വരെയുള്ള ആയത്തുകൾ. ചില കോപ്പികളിൽ ആ 3 ആയത്തുകളും കൊടുത്തിട്ടുണ്ടാകും. ചിലതിൽ ആയത്തിന്റെ തുടക്കം ഞാൻ ഈ വായിച്ചതുപോലെ പറയുകയും ബ്രാക്കറ്റിൽ 151 മുതൽ 153 വരെയുള്ള അൽ ആയാത്ത്, ആയാത്തുകൾ എന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവും. നിങ്ങളാരെങ്കിലും PDF-ൽ 3 ആയത്തുകളും കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, പറയുക നബിയേ, തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങൾ വരുവിൻ. മക്കയിലെ മുശ്രിക്കുകളോട്, കുഫാറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുകയാണ്, പറയുക നബിയെ. അതായത് ഈ ആയത്തിന്റെ പശ്ചാത്തലമായി മുഫസ്സിറുകൾ പറയുന്നത്, മക്കയിലെ മുശ്രിക്കുകൾ, കുഫാറുകൾ അവർ തോന്നിയതുപോലെ അവർ അഭീഷ്ടപ്രകാരം ഇന്നത് ഹറാമാണ്, ഇന്നത് ഹലാലാണ് എന്ന് സ്വയം വിധിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ പരിഗണിക്കാതെ ഹറാമും ഹലാലും നിശ്ചയിക്കാൻ തുടങ്ങി, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലെ ഈ ആയത്തുകൾ ഇറക്കി മക്ക മുശ്രിക്കുകളോട്, കുഫാറുകളോട് പറയാൻ, സംവദിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. ഖുൽ, പറയുക നബിയെ, തആലൗ, നിങ്ങൾ വരൂ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാൻ മുന്നിട്ട് വരൂ. അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, ന്യായമായും സത്യമായും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, ഞാൻ ഓതിത്തരാം. നിങ്ങൾ തോന്നിയതുപോലെ വിധിക്കുകയാണല്ലോ. ന്യായമായും സത്യസന്ധമായും എന്താണ് നിങ്ങൾക്ക് ഹറാം, എന്താണ് നിങ്ങൾക്ക് നിഷിദ്ധമെന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, നിങ്ങൾ വരൂ. എന്നിട്ട് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി അവർക്ക് വിലക്കിയതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഓതിക്കൊടുത്തത് എന്താണ്? അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ. ഈ ആയത്തിലെ ഒന്നാമത്തെ ഭാഗം അതാണ്, അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ. നിങ്ങൾ അല്ലാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. അല്ലാഹുവിനോട് യാതൊരു കാരണവശാലും യാതൊരാളെയും നിങ്ങൾ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത് എന്നതാണ് ഒന്നാമത്തെ വിലക്ക്. നോക്കൂ നിങ്ങൾ, ഇതാണ് കിതാബ് തൗഹീദുമായി ഈ ആയത്തിനുള്ള ബന്ധം. തൗഹീദിനെയാണ് ആദ്യം ഈ ആയത്തിൽ കൽപ്പിച്ചത്, ശിർക്കിനെയാണ് വിലക്കിയത്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ ആയത്തിനെ കിതാബ് തൗഹീദിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്നത്. ശരി, ഈ ആയത്തുകൾ, നമ്മൾ ആയത്തുകൾ മുഴുവനായിട്ട് വായിക്കാം. 10 കാര്യങ്ങളാണ് 151 മുതൽ 153 വരെയുള്ള ആയത്തുകളിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ആയത്തുകളിലെ 10 കാര്യങ്ങളെ അൽ വസായൽ അശ്ർ, 10 വസിയത്തുകൾ, അള്ളാഹുവിന്റെ 10 വസിയത്തുകൾ ഉൾക്കൊള്ളുന്ന മഹത്തായ ആയത്തുകൾ എന്ന് പണ്ഡിതന്മാർ പേര് വിളിച്ചു. അൽ വസായ അൽ അശ്ർ. ആ 10 വസിയത്തുകളിൽ ഒന്നാമത്തെ കാര്യം ശിർക്ക് ചെയ്യരുത്, തൗഹീദിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണമെന്നതാണ്. അള്ളാഹുവിന്റെ ഏകത്വം അവന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നത് അംഗീകരിക്കണമെന്നതാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ വസിയത്ത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ദർസിൽ അവസാനം വിശദീകരിച്ച 2 ആയത്തുകളിലും ഈ വിഷയം ആവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള ഹക്ക് തൗഹീദ് സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ ഏറ്റവും കടപ്പെട്ടവർ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവനോടുള്ള ഹക്കിനെ തുടർന്ന് മാതാപിതാക്കളോടുള്ള ഹക്ക് സൂചിപ്പിച്ചതായി നമ്മൾ പറഞ്ഞു. ഈ ആയത്തിലും ആ ക്രമം കാണാം. അള്ളാഹുവിനോടുള്ള ഹക്കായ തൗഹീദ്, അതുകൊണ്ട് നമുക്ക് വസിയത്ത് നൽകി. ശേഷം മാതാപിതാക്കൾക്ക് സുഹൃതം ചെയ്യണം, ഗുണം ചെയ്യണമെന്ന് വസിയത്ത് നൽകി. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, നിങ്ങളുടെ മക്കളെ, നിങ്ങൾക്ക് ജനിക്കുന്ന സന്താനങ്ങളെ നിങ്ങൾ ദാരിദ്ര്യഭയം മൂലം കൊന്നുകളയരുത്, ശിശുവധം നടത്തരുത്, ഗർഭചിത്രം നടത്തരുത്. നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾക്കും ആ മക്കൾക്കും റിസ്ക് നൽകുന്നത് നാമാകുന്നു. അതുകൊണ്ട് പട്ടിണി ഭയന്ന് അവരെ പോറ്റേണ്ടി വരുമല്ലോ എന്ന ആശങ്കയിൽ നിങ്ങളെ മക്കളെ കൊന്നുകളയരുത്. മൂന്നാമത്തെ വസിയത്ത് അതാണ്. വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. നാലാമതായി അല്ലാഹു പറഞ്ഞു, നിങ്ങൾ മ്ലേച്ഛവൃത്തികളോട് അടുത്തു പോകുക പോലും അരുത്. മാ ളഹറ മിൻഹാ വമാ ബതൻ, അതിൽ പ്രത്യക്ഷമായതും ഉണ്ടാകും, പരോക്ഷമായതും ഉണ്ടാകും. പ്രത്യക്ഷമായ പുറമേക്ക് എല്ലാവർക്കും പ്രകടമായി കാണാവുന്ന തിന്മകളുണ്ട്. തിന്മകളുടെ കൂട്ടത്തിൽ കൊലപാതകവും, അതുപോലെ തന്നെ അക്രമവും, പിന്നെ ആളുകളെ ദ്രോഹിക്കലും, മോഷണവും. മോഷണം രഹസ്യമായിട്ടാണ് നടക്കുകയെങ്കിലും ആളുകൾക്ക് പ്രകടമാകുന്ന, അതിന്റെ അനന്തരഫലം ദൂഷ്യം പ്രകടമാകുന്ന പ്രത്യക്ഷ തിന്മയാണ് മദ്യപാനം. അധാർമികമായ സാമൂഹിക തിന്മകളെല്ലാം നമുക്ക് സമൂഹത്തിൽ കാണാം. ഇങ്ങനെ പ്രത്യക്ഷമായ തിന്മകൾ, അതുപോലെ തന്നെ പരോക്ഷമായ തിന്മകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അസൂയ, വിദ്വേഷം, പക, അഹങ്കാരം, ഇങ്ങനെയുള്ള മനസ്സിനെ നശിപ്പിക്കുന്ന താൻ പോരിമ, ആത്മാഭിമാനം, ആത്മപ്രശംസ. ആത്മാഭിമാനമല്ല, ആത്മപ്രശംസ. ആത്മാഭിമാനം ഒരു മുസ്ലിമിന് വേണം, പക്ഷെ ആത്മപ്രശംസ എഴുതരുത്. ആത്മപ്രശംസ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്ന, ഞാൻ എന്നെ തന്നെ വിലമതിക്കുന്ന, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ഞാൻ എന്നെക്കുറിച്ച് മതിക്കുന്ന അവസ്ഥ, ഇതുണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ തിന്മകൾ, മ്ലേച്ഛതകൾ, വലാ തഖറബു, നിങ്ങൾ അതിനോട് അടുക്കുക പോലും അരുത്. അത് ചെയ്യരുതെന്നല്ല, അതിലേക്കുള്ള മാർഗങ്ങൾ വരെ പഴുതടക്കണം, അതിലേക്ക് അടുക്കരുതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എത്രാമത്തെ കാര്യമായി? നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പാവനമാക്കിയ ദേഹങ്ങളെ, മനുഷ്യരെ നിങ്ങൾ വധിച്ചു കളയരുത്. അന്യായമായി നിങ്ങൾ ഒരാളെയും വധിച്ചു കളയരുത്. അപ്പൊ ന്യായമായി വധിക്കാൻ പറ്റുമോ? അന്യായമായി വധിക്കരുതെന്ന് പറഞ്ഞാൽ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുമ്പോൾ ചിലപ്പോൾ മുസ്ലിമീങ്ങളുടെ കരങ്ങളാൽ ശത്രുക്കൾ കൊല്ലപ്പെട്ടേക്കാം. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ തന്നെ ഇസ്ലാമിക രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ സാമൂഹികമായ പല തിന്മകൾക്കും ശിക്ഷാ നടപടിയുണ്ട്. കൊന്നവനെ ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ കൊല്ലുക എന്നതാണ് അവനുള്ള ശിക്ഷ, അതിൽ കുറഞ്ഞ പരിപാടിയില്ല. പിന്നെ കൊല്ലാൻ അവൻ ബാക്കിയുണ്ടാവില്ല. ഒരുത്തനെ കൊന്നാൽ അവനെ കൊല്ലുക എന്നതാണ് നീതിപരമായ, യുക്തിഭദ്രമായ ശിക്ഷാ നടപടി. എന്തുകൊണ്ടാണ്? പിന്നെ കൊല്ലാൻ അവൻ ബാക്കിയുണ്ടാവില്ല. കൊന്നവൻ വീണ്ടും കൊല്ലുന്നത് എന്തുകൊണ്ടാണ്? കട്ടവൻ വീണ്ടും കക്കുന്നത് എന്തുകൊണ്ടാണ്? ശിക്ഷിക്കേണ്ടതുപോലെ ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ്. ആ നിയമങ്ങളെപ്പോലും കളിയാക്കി ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്ന പുരോഗമനവാദികൾ, ലിബറലുകൾ, അവർ പറയും പുരോഗമനത്തിനെതിരാണ്, കാടത്വമാണ്, നീചത്വമാണ്, പ്രാകൃതമാണ് ഇസ്ലാമിലെ ശിക്ഷാ നടപടികളെന്ന്. അല്ല, അത് നീതിയാണ്, അത് യുക്തിഭദ്രമാണ്, അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ നിയമമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്യായമായി ഒരു നഫ്സിനെയും ഒരു ദേഹത്തെയും നിങ്ങൾ വധിച്ചു കളയരുത്. അഞ്ചാമത്തെ വസിയത്ത്, ദാലികും വസാഖും ബിഹി ലഅല്ലകും തഅഖിലൂൻ, ഇതാകുന്നു നിങ്ങൾക്ക് നാം വസിയത്ത് നൽകുന്ന കാര്യങ്ങൾ. നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ,
നാം നിങ്ങൾക്ക് വസിയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, അള്ളാഹു പറയുകയാണ് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ ആയത്ത് ഒന്നാമതായി പറയട്ടെ, സ്വഹാബികളുടെ കൂട്ടത്തിലെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് നിർത്തി, അല്ലാഹുവേ ഖുർആനിന്റെ വ്യാഖ്യാനം നീ പഠിപ്പിക്കണമേ, ദീനിലുള്ള അവഗാഹം നീ നൽകണമേ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് പ്രാർത്ഥനക്കർഹനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആനിലെ മുഹ്കമാത്തുകളിൽ ഈ ആയത്തിന് എണ്ണിയിരിക്കുന്നു. മുഹ്കമാത്തുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഗണ്ഡിതമായ വിധികൾ, ഒരു നിലക്കും ദുർബലപ്പെടുത്താൻ പറ്റാത്ത, ആശയക്കുഴപ്പങ്ങളില്ലാത്ത, വ്യക്തവും കൃത്യവും സ്പഷ്ടവുമായ, ഇസ്ലാമിൽ അനിഷേധ്യമായ ഗണ്ഡിതമായ നിയമങ്ങൾ, അതിനാണ് മുഹ്കമാത്തുകൾ എന്ന് പറയാം. അങ്ങനെയുള്ള മുഹ്കമാത്തുകളായിട്ടുള്ള ആയത്തുകളിൽപ്പെട്ടതാണ് ഈ ആയത്ത്. ഈ ആയത്തിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യം ഒരു മുസ്ലിമിനും സംശയമുണ്ടാകാൻ പാടില്ലാത്തതാണ്. അല്ല, സർവ്വ മനുഷ്യർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഗണ്ഡിതമായ നിയമങ്ങളാണ്. ഒരാളെയും കൊല്ലരുത്, അനീതിയും അക്രമവും പ്രവർത്തിക്കരുത്, പ്രത്യക്ഷവും പരോക്ഷവുമായ തിന്മകളിലേക്ക് അടുക്കരുത്, മക്കളെ ദാരിദ്ര്യഭയം മൂലം നിങ്ങൾ കൊന്നൊടുക്കരുത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള, നിങ്ങളെ പടച്ച റബ്ബിനോടുള്ള ബാധ്യത തൗഹീദ്, അവന് മാത്രം ഇബാദത്ത് വകവച്ച് നൽകുന്ന, ബഹുദൈവാരാധനയിൽ ശിർക്കിൽ നിന്ന് അകലം പാലിക്കുന്ന ഇസ്ലാമിന്റെ അടിത്തറ നിങ്ങൾ പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ആർക്കാണ് അംഗീകരിക്കാൻ കഴിയാത്തത്? ഇസ്ലാമിന് പുറത്തു നിൽക്കുന്നവർ വരെ ഇത് സർവാംഗീകൃതമായി ഉൾക്കൊള്ളും. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇങ്ങനെ മുഹ്കമാത്തുകളിൽപ്പെട്ട അള്ളാഹു നമുക്ക് വസിയത്തായി നൽകിയ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇവിടെ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, കുഫാറുകളോട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രു സമൂഹത്തോട് സംവദിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന. ഖുൽ, പറയുക നബിയെ, തആലോ, അവരോട് വരാൻ പറയൂ, എന്നിട്ട് അവർ കോതിക്കൊടുക്കൂ. അവർ അന്യായമായി തോന്നിയതുപോലെ നന്മ ഇന്നത്, തിന്മ ഇന്നത്, നല്ലത് ഇത്, ചീത്ത അത്, ഹഖ് ഇത്, ബാത്തിൽ അത് എന്ന് അവർ അവരുടെ ബുദ്ധി കൊണ്ട്, അവരുടെ കേടുവന്ന യുക്തി കൊണ്ട്, അവരുടെ സമൂഹവും പാരമ്പര്യവും കാലഘട്ടവും യോജിച്ച കാര്യങ്ങൾ ഇത് തെരഞ്ഞെടുത്ത് അവർ തോന്നിയതുപോലെ നല്ലതും ചീത്തയും വേർതിരിക്കുമ്പോൾ പറയുക നബിയെ, അവരെ പടച്ച റബ്ബ് അവർക്ക് നൽകിയ സന്ദേശമനുസരിച്ച്, വസിയത്തനുസരിച്ച് അവർക്ക് ഹറാം എന്താണ്, ഹലാലാണെന്ന് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക നബിയെ എന്നാണ് നബിയോട് അള്ളാഹു കൽപ്പിച്ചത്. ഖുൽ തആലൗ എന്നവരെ വിളിച്ചുകൊണ്ട് പറയുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓതി കേൾപ്പിച്ചത് എന്താണ്? അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത്, ഹറാമാക്കിയത് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണ് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കാൻ പോകുന്ന ആയത്തുകളിൽ വരേണ്ടത്, അല്ലേ? സ്വാഭാവികമായി ഹറാമാക്കിയത് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാമെന്ന് പറഞ്ഞാൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ് നബീനെ ഓതി കൊടുക്കാൻ പോകുക. അതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ആയത്തിന്റെ ഘടന എന്താണ്? ആയത്ത് PDF ഉള്ളവർ കയ്യിൽ നോക്കുക, അല്ലാത്തവർ ആയത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ ഫോണിൽ സൂറത്ത് അൻആമിലെ 151 ആയത്താണ് നോക്കുക, അപ്പൊ മനസ്സിലാകും. എന്നാൽ ഇതിലെ രഹസ്യം മനസ്സിലാവുള്ളൂ. ഖുൽ തആലൗ, നമ്മൾ വെറുതെ ഇങ്ങനെ ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുന്നതിനപ്പുറത്തെ നമ്മളെ ഗ്രൂപ്പിൽ PDF ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി PDF കിട്ടാത്ത ആളുകൾ, ആയത്തും ഹദീസാണ് നമ്മൾ പറയുന്നത്. ആയത്തുകൾ പറയുമ്പോൾ നിങ്ങൾ ഫോണിൽ ഉണ്ടാവില്ലേ മൊബൈൽ ആപ്ലിക്കേഷനായി ഖുർആൻ, ഒന്ന് നോക്കിക്കൂടെ? വിരലൊന്ന് തോണ്ടിക്കഴിഞ്ഞാൽ എത്ര നേരതുമായി ഈ കുന്താണ്ടത്തപ്പ് നമ്മൾ തോണ്ടുന്നുണ്ട്, ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും. ഒന്ന് പരിധി നോക്കിക്കൂടെ? ആ തോണ്ടലിനും ആ നോക്കലിനും ആ സമയം ചെലവഴിക്കുന്ന കൂലിയാണ്, പ്രതിഫലമാണ്, അത് ഇബാദത്താണ്. ഇതാരും പറഞ്ഞു തരാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. എന്നാലും ഉണ്ടാവും നമ്മളിങ്ങനെ അന്തം വിട്ടിട്ട് ഇങ്ങനെ മേപ്പിട്ട് നോക്കിയിരിക്കല്. ഇതല്ല ദീൻ പഠിക്കുന്നതിന്റെ രീതി. ഇത് ഇങ്ങനെ പഠിച്ച് കേട്ട് കഥ കേട്ട് പോയി പൊടിയും തട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് ഉപകാരം കിട്ടുമെന്ന് നമ്മളാരും വിചാരിക്കരുത്. ഞാൻ നമ്മുടെ ദർസുകളുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ദീൻ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്, അതിന്റെ ഘട്ടം എന്താണ്, എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുക എന്നുള്ളത് വളരെ വ്യക്തമായി വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഇബാദത്താണ്. നമ്മൾ നിസ്കരിക്കുന്നത് പോലെ, നമ്മൾ നോമ്പെടുക്കുന്നത് പോലെ, ദിക്റുകൾ ചെയ്യുന്നത് പോലെ മഹത്തായ ഇബാദത്താണ്. ഐച്ഛികമായ സുന്നത്തായ ഇബാദത്തുകളെക്കാൾ ശ്രേഷ്ഠമാണ് അയാൾക്ക് നിർബന്ധമായ ദീനിന്റെ വിജ്ഞാനം പഠിക്കൽ എന്നുള്ളത്. നിർബന്ധമായ ഇബാദത്തുകൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകളിൽ ഉലമാക്കൾ ഒന്നടങ്കം എണ്ണിയതാണ് നിർബന്ധമായ കാര്യങ്ങൾ. നമുക്ക് പഠിക്കൽ നിർബന്ധമാണ്. അള്ളാഹിന്റെ തൗഹീദ് പഠിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ആയത്തിലെ അവൻ നൽകിയ വസിയത്തായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇത് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും, പ്രസംഗിക്കുന്ന ആൾക്ക് മാത്രമല്ല, ഖത്തീബിനും ഇമാമിനും മാത്രമല്ല, എല്ലാ മുസ്ലിമിനും എല്ലാ പടപ്പുകൾക്കും പഠിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്.
ഈ നിയ്യത്തുണ്ടെങ്കിൽ ഫർളിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല ഇബാദത്താണ്. അതുകൊണ്ട് അതെടുത്ത് നോക്കാനും പരിശോധിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, അപ്പൊ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലേ? ആണോ അല്ലേ? അപ്പൊ ഹറാമായ കാര്യങ്ങളായിരിക്കും ഇനി പറയേണ്ടത്. എന്നാൽ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? അല്ലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, അള്ളാഹുവിനോട് യാതൊന്നിനെയും ശിർക്ക് ചെയ്യരുത്. ശിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ള ഹറാമാണോ? ശിർക്ക് ചെയ്യലല്ലേ ഹറാം? ശിർക്ക് ചെയ്യലാണല്ലോ ഹറാം. ശിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ള നിർബന്ധമാണ്. അപ്പൊ ഹറാമായ കാര്യങ്ങൾ ഇതാ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ശിർക്ക് ചെയ്യരുത്, വാജിബായ കാര്യമാണ് പറഞ്ഞത്. ശരിക്കും ഈ ആയത്തിന്റെ ഘടനയനുസരിച്ച് എന്താണ് പറയേണ്ടിയിരുന്നത്? നിങ്ങൾക്ക് ഞാൻ ഹറാമാക്കിയ കാര്യങ്ങൾ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഓതിത്തരാം, നിങ്ങൾ അള്ളാഹുവിനോട് ശിർക്ക് വെക്കരുത് എന്നാണല്ലോ പറയേണ്ടിയിരുന്നത്, അല്ലേ? ആണോ അല്ലേ? കത്തിയോ? മെഷപ്പെടുത്ത് നോക്കി, ആയത്ത് നോക്കി. ശിർക്ക് ചെയ്യരുത് എന്നാണ് ഹറാമാക്കിയ കാര്യം ഓതിത്തരാം എന്ന് പറഞ്ഞതനുസരിച്ച് പറയേണ്ടിയിരുന്നത്. പക്ഷേ നിങ്ങൾ ശിർക്ക് ചെയ്യാതിരിക്കണം, അതായത് നിങ്ങൾ തൗഹീദ് മുറുകെ പിടിക്കണം, വാജിബാക്കിയ കാര്യം ആണ് അള്ളാഹു പറഞ്ഞത്. അതുപോലെ തന്നെ അടുത്ത ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാവും. ഹറാമാക്കിയ കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വബിൽ വാലിദൈഹി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. അത് ഹറാമാണോ? നിർബന്ധമല്ലേ? മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതിരിക്കരുത് എന്നല്ല പറഞ്ഞു, ഗുണം ചെയ്യണം എന്നാണ്. അത് ഹറാമാണോ? നിർബന്ധമാണ്. എന്തുകൊണ്ടാണ് ഹറാമാക്കിയ കാര്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞത്? അത് വൈരുദ്ധ്യം തോന്നാം. ഖുർആനിന്റെ ഖണ്ഡിതമായ ആയത്തുകളാണിത്. ഇതിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ എടുത്തിട്ട് കണ്ടോ ഹറാമാക്കിയതെന്ന് പറഞ്ഞിട്ട് നിർബന്ധാക്കിയ കാര്യമാണ്. ഖുർആനിലെ വൈരുദ്ധ്യം കണ്ടോ എന്ന് പൊക്കിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ രഹസ്യം അറിയാതെ നമ്മൾ അന്തം വിട്ടു പോകും. എന്താ അങ്ങനെ പറഞ്ഞത്? പരിഭാഷ മാത്രം കണ്ടു ശീലിച്ച് നമ്മൾ അങ്ങനെ അന്തം വിട്ടു പോകും. അങ്ങനെ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് തഫ്സീറുകളിലേക്ക് മുൻഗാമികൾ ഇതിനെ വിശദീകരിച്ചതിലേക്ക് മടങ്ങണം. ഇതിന്റെ പ്രൈമറി ഓഡിയൻസ് ഇതിനെ എങ്ങനെ മനസ്സിലാക്കി അതുപോലെ നമ്മൾ വായിക്കണം എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ രഹസ്യം? എന്താണ് അതിന്റെ രഹസ്യം? പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ആയത്തിന്റെ അവസാനം, അതുകൊണ്ടാണ് ഞാൻ അവസാനം വരെ ഓതി നിർത്തിയത്. ആയത്തിന്റെ അവസാനം എങ്ങനെ അവസാനിപ്പിച്ചത്? ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, അല്ലാഹു നിങ്ങൾക്ക് വസിയത്തായി നൽകുന്ന കാര്യങ്ങൾ. തഅഖിലൂൻ ആണല്ലോ. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, അല്ലാഹു നിങ്ങൾക്ക് ചിന്തിച്ചു മനസ്സിലാക്കാൻ വസിയത്തായി നൽകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ വസിയത്താണ്. അതായത് നമ്മൾ കൽപ്പിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളാണ്. അപ്പൊ അള്ളാഹു ഹറാമാക്കിയത് അതിനെതിരായ കാര്യങ്ങളാണ്. മനസ്സിലായോ? അള്ളാഹു വസിയത്താക്കിയ കാര്യങ്ങൾ, അള്ളാഹു വസിയത്തായി നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അത് പ്രവർത്തിക്കൽ നമുക്ക് നിർബന്ധമാണ്. അതിനെതിരായ കാര്യങ്ങൾ എന്തായിരിക്കും? അപ്പോ ഹറാമാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നത് അള്ളാഹിന്റെ വസിയത്താണ്. ഇത് അള്ളാഹുവിന്റെ വസിയത്താണെന്ന് എവിടെ നമുക്ക് കിട്ടി? ആയത്തിന്റെ അവസാനത്തിൽ നിന്നും. ആയത്തിന്റെ അവസാനം വായിക്കാത്തവൻ ആയത്തിന്റെ തുടക്കം മാത്രം വായിച്ചു കഴിഞ്ഞാൽ അത് വൈരുദ്ധ്യമായി തോന്നും. പറഞ്ഞു മനസ്സിലായോ? അള്ളാഹുവിന്റെ വസിയത്തുകളാണ് ഈ ആയത്തുകളിലുടനീളം. എന്നാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യം ഞാനിതാ ഓതിത്തരുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഈ വസിയത്തുകൾക്കെതിര് പ്രവർത്തിക്കൽ ഹറാമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വസിയത്തുകൾ നിങ്ങൾ മുറുകെ പിടിക്കണം, ഇതിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കരുത്. അത് നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ട കാര്യമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് തഫ്സീറുകൾ വായിച്ചാലേ, അതിന്റെ ശരിയായ ഓതന്റിക്കായ സോഴ്സിൽ നിന്ന് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വൈരുദ്ധ്യം തോന്നും. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ. അടുത്ത 2 ആയത്തുകളെ അവസാനം ഇതുപോലെ അള്ളാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു, അള്ളാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു കാണാം. അതുകൊണ്ടാണ് ഈ 3 ആയത്തുകളിലും അടങ്ങിയ 10 സന്ദേശങ്ങൾ അള്ളാഹുവിന്റെ വസിയത്തുകളാണ്, അൽ വസായൽ അശർ എന്ന് മുഫസ്സിറുകൾ വിശേഷിപ്പിച്ചത്. ശരി, അപ്പോ ഈ ആയത്തിലെ ഈ പ്രയോഗം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു 2 പ്രധാനപ്പെട്ട പാഠം നമുക്ക് ലഭിക്കും. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വസിയത്തുകളാണ് ഈ ആയത്തിലുള്ളത്. ആരുടെ വസിയത്ത്? അള്ളാഹുവിന്റെ വസിയത്ത്. നമ്മെ പടച്ച നമ്മുടെ റബ്ബിന്റെ വസിയത്ത്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ, നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ വാപ്പ, അവര് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളോട് വസിയത്ത് ചെയ്താൽ, വാപ്പാനും ഉമ്മാനും സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ തീർച്ചയായും അതെന്ത് ചെയ്യും? പാലിക്കും. അതവരെന്ത് ചെയ്യും? പൂർത്തിയാക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് നൽകുന്ന വസിയത്താണ്. ഇത് പാലിക്കൽ നമുക്ക് നിർബന്ധമാണ്. മാതാപിതാക്കളുടെ വസിയത്തിനേക്കാൾ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വസിയത്തിനേക്കാൾ
സഹോദരങ്ങൾ തമ്മിലുള്ള വസിയത്തിനേക്കാൾ, സമൂഹങ്ങൾ തമ്മിലുള്ള ഉടമ്പടികളെക്കാൾ, കരാറുകളെക്കാൾ, സാമൂഹ്യ ബാധ്യതകളെക്കാൾ ലോകരെ പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വസിയത്ത്, അവനിതാ നിങ്ങൾക്ക് വസിയത്ത് നൽകിയിരിക്കുന്നു പറഞ്ഞാൽ മുസ്ലിമാണോ നാം? ആ വസിയത്ത് പാലിക്കൽ നമുക്ക് നിർബന്ധമാണ്. അള്ളാന്റെ വസിയത്താണ് ഈ കാര്യങ്ങളെന്ന് അറിഞ്ഞിട്ടും അതിനെ കാറ്റിൽ പറത്തുന്നവൻ, അവന് പിന്നെ ഇസ്ലാമിൽ അവന്റെ സ്ഥാനം എന്തായിരിക്കും? ഇസ്ലാമിനോടുള്ള അവന്റെ സമീപനം എന്തായിരിക്കും? ആഭിമുഖ്യം എന്തായിരിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ വസിയത്തുകൾ അത് ഏറ്റവും മനോഹരങ്ങളായ സുഹൃതങ്ങളായിരിക്കും, ഏറ്റവും മഹനീയമായ നന്മകളായിരിക്കും. അള്ളാഹുവിന്റെ വസിയത്തുകളാണിത്. ഏറ്റവും ഉത്തമമായ സൽക്കർമ്മങ്ങളായിരിക്കും. അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന തൗഹീദാണ്. അവിടെയും അള്ളാഹു സ്ഥാപിച്ചത് തൗഹീദാണ്. കാരണം ഈ തൗഹീദ് ഇല്ലെങ്കിൽ പിന്നെ നീ ആർക്ക് ഗുണം ചെയ്തിട്ടും, സമൂഹത്തിന് മുഴുവൻ വേണ്ടി പണിയെടുത്തിട്ടും, മാതാപിതാക്കൾക്ക് മരിക്കോളം നീ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ അവർക്ക് സേവന സന്നദ്ധനായിരുന്നാലും, സാമൂഹിക നന്മകൾ നീ ചെയ്താലും, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താലും, തലപ്പത്ത് നീ തൗഹീദ് സ്ഥാപിച്ചിട്ടില്ലേ? സൃഷ്ടികളോടുള്ള കടപ്പാടിനേക്കാൾ റബ്ബിനോടുള്ള കടപ്പാടായ തൗഹീദ് നീ അംഗീകരിച്ചിട്ടില്ലേ? നിന്റെ ഒരു നന്മയും സ്വീകരിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിനോടുള്ള കടമ തൗഹീദ് ഹക്ക് നീ പാലിച്ചിട്ടില്ലേ? നീ എത്ര തന്നെ പുണ്യപ്രവർത്തകനാണെങ്കിലും, നീ എത്ര നല്ല സുഹൃതവാനാണെങ്കിലും നിന്റെ ഒരു നന്മയും സ്വീകരിക്കാൻ പോകുന്നില്ല. നോക്കൂ നിങ്ങൾ, തൗഹീദിന്റെ കനം എത്രയാണ്, തൗഹീദിന്റെ വലുപ്പം എത്രയാണ്. അതാണ് ഈ ആയത്തിലുള്ള പ്രധാനപ്പെട്ട പാഠം. രണ്ടാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്തെങ്കിലും കാര്യങ്ങൾ വസിയത്തായി നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കൽ ഹറാമാണ്, യാതൊരു സംശയവുമില്ല. ഇതിന്റെ മഫ്ഹൂം മുഖാലഫയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ നമുക്ക് വസിയത്തായി നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കൽ ഹറാമാണ്, യാതൊരു സംശയവുമില്ല. ഈ കാര്യങ്ങൾക്കെതിരായ എന്തൊക്കെയുണ്ട് അതെല്ലാം ഹറാമാണ്. ബുദ്ധിയുള്ള മുസ്ലിം അങ്ങനെ മനസ്സിലാക്കണം. ആ ഹറാമുകളിൽ നിന്നവൻ അകന്നു നിൽക്കണം. ഇതാണ് ഈ ആയത്തിലെ പ്രധാനപ്പെട്ട രണ്ടു പാഠങ്ങൾ. ഈ ആയത്തിന്റെ ഘടന, ഹറാമാക്കിയ കാര്യങ്ങൾ ഞാനിതാ നിങ്ങൾക്ക് ഓതിത്തരാം, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഓതിത്തരാം. ആയത്തിന്റെ അവസാനം ഇത് അള്ളാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകിയ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ ആ പ്രയോഗത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ടു പാഠം. അതല്ലാതെ അനേകം പാഠങ്ങൾ ഈ ആയത്തിലുണ്ട്, നമ്മൾ അവസാനം വിശദീകരിക്കും ഇൻഷാ അള്ളാഹ്. ഇനി 152-ാമത്തെ ആയത്ത്, സൂറത്തുൽ അൻആമിലെ 152-ാമത്തെ ആയത്തിലേക്ക് വരാം. വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. അനാഥകളുടെ ധനത്തെ നിങ്ങൾ സമീപിക്കരുത്. ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ. യതീമുകളുടെ ധനം അതിനോട് ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ നിങ്ങൾ സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ, അനാഥകളുടെ ധനം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട അവരുടെ ലോക്കൽ ഗാർഡിയൻസ്, അവരുടെ മാതാപിതാക്കൾക്ക് ശേഷം അതിനർഹതയുള്ള ആളുകൾ അത് ഏറ്റവും മാന്യമായി കൈകാര്യം ചെയ്യണം. അവരവകാശം ഹനിക്കരുത്, അവരെ സ്വത്ത് അപഹരിക്കരുത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ വല്ല സ്വത്തും, യതീം മക്കൾക്ക് അവകാശപ്പെട്ട വല്ല സ്വത്തുമുണ്ടെങ്കിൽ അത് ഡെഡ് അസറ്റായി അല്ലെങ്കിൽ നിർജീവമായ ഒരു പ്രോപ്പർട്ടിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതങ്ങനെ തന്നെ നിലനിർത്തുന്നതിനപ്പുറത്ത് അതിനെ പരിപോഷിപ്പിക്കുക. ഭൂമിയാണെങ്കിൽ അത് നല്ല വിലക്ക് വിറ്റ് അതിനേക്കാൾ നല്ല ഭൂമി വാങ്ങുക. അതല്ലെങ്കിൽ സമ്പത്താണെങ്കിൽ, ക്യാഷ് ആണെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു കച്ചവടം നടത്തി അതിലേക്ക് ലാഭം ലഭിക്കുന്ന രൂപത്തിൽ, നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് എടുക്കാന്നല്ല പറഞ്ഞു, അതിനെ പരിപോഷിപ്പിക്കുക. അതവിടെ ഡെഡായി കിടക്കുന്നതിനേക്കാൾ അതിനെ പരിപോഷിപ്പിക്കുന്ന നല്ല മാർഗങ്ങൾ അത് വിനിയോഗിക്കുക. അവരെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകുന്ന നല്ല രൂപത്തിലുള്ള ഇടപാടുകൾ അവരെ സമ്മതത്തോടുകൂടി നടത്തുക. അതിനപ്പുറത്ത് അവരുടെ അവകാശങ്ങൾ, അവരുടെ സാമ്പത്തികമായ സ്രോതസ്സുകളിൽ നമ്മൾ കൈകടത്താതിരിക്കുക. ഇങ്ങനെ മാന്യമായി നിങ്ങൾ അനാഥകളുടെ ധനത്തെ സമീപിക്കണം. ഹത്ത യബ്ലുഗ അശുദ്ധ, അവർ പ്രായപൂർത്തിയും വിവേകവും എത്തി അവരത് സ്വയം സന്നദ്ധരായി കൈകാര്യം ചെയ്യാവുന്ന ഘട്ടത്തോളം. യതീമുകൾ അവർ കുട്ടികളാകുമ്പോഴാണ് യതീമിന്റെ പരിധിയിലും പരിഗണനയിലും അവരെ പരിഗണിക്കുക. അവർ പ്രായപൂർത്തിയായി വിവേകത്തിലെത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുവാക്കളായി കഴിഞ്ഞാൽ, കാര്യഗൗരവത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്കത് വിട്ടേക്കുക. അതുവരെ മാന്യമായി അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളോട് ഇടപെടുക. വഔഫുൽ കൈൽ, അപ്പൊ എത്രാമത്തെ കാര്യം? ആറാമത്തെ കാര്യമായി. ആറാമത്തെ വസിയത്താണത്, യതീമിന്റെ വിഷയം, യതീമിന്റെ സമ്പത്ത്. ഏഴാമത്തെ കാര്യം വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, അളവും തൂക്കവും നിങ്ങൾ നീതിയുക്തമായി നിറവേറ്റുക. അളന്നു കൊടുക്കുമ്പോഴും തൂക്കി കൊടുക്കുമ്പോഴും നീതിയോടെ ചെയ്യുക. കച്ചവടം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അളന്നും തൂക്കിയും കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകൾ. നമുക്ക് ഇങ്ങോട്ട് ചില ആളുകളുടെ പ്രത്യേകത, നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ
അതിങ്ങ് കിട്ടാനാണ് ആഗ്രഹിക്കുക. അവിടെ 10 ഗ്രാം കൂടിയാലോ 5 ഗ്രാം കൂടിയാലോ എന്നൊരു പ്രശ്നമില്ല. അത് കുഴപ്പമില്ല, അത് പരമാവധി കിട്ടിക്കോട്ടെ എന്നാണ്. പക്ഷേ ആളുകൾക്ക് അങ്ങോട്ട് തൂക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഫിഗർ റൗണ്ട് ഫിഗർ ആക്കാൻ വേണ്ടി ഒരു അരിമണി എടുത്തിട്ടാണെങ്കിലും റൗണ്ട് ഫിഗർ ആവണം, അല്ലെങ്കിൽ ഒപ്പർക്ക് സമാധാനമാവില്ല. ഒരു പോയിന്റ് കൂടാൻ പാടില്ല. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആളുകളെ? ഇങ്ങോട്ട് കിട്ടുന്നത് പോലെ തന്നെ അങ്ങോട്ട് കൊടുക്കാനും നമ്മൾ പഠിക്കണം. നീതിയുക്തമായി ഇങ്ങോട്ട് എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നോ അതുപോലെ തന്നെ അങ്ങോട്ട് കൊടുക്കാനും ആഗ്രഹിക്കണം. തൂക്കി മളന്നും കൊടുക്കുമ്പോൾ, അങ്ങോട്ട് കൊടുക്കുമ്പോൾ മാത്രം കൈവറക്കുക, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കൈ ധാരാളമായി നീട്ടുക. ഈ പരിപാടി നീതിയല്ല. അതുകൊണ്ട് വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, നീതിയുക്തമായി അളവിലും തൂക്കത്തിലും നമ്മൾ പൂർണ്ണത കാണിക്കുക, നിറവേറ്റുക. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു നഫ്സിനും ഒരു മനുഷ്യനും ഒരു ശരീരത്തിനും അസാധ്യമായത് അള്ളാഹുവിന്റെ ദീനിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. ഈ നിയമങ്ങൾ ആർക്കാണ് പാലിക്കാൻ പ്രയാസമുള്ളത്? ഏതു മനുഷ്യനാണ്, ഏതു സമൂഹത്തിൽ ജീവിക്കുന്ന, ഏതു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതു പടപ്പിനാണ് ഇസ്ലാമിന്റെ മനോഹരമായ അള്ളാഹു നൽകിയ വസിയത്തുകൾ പാലിക്കാൻ സാധിക്കാതിരിക്കുക? ആർക്കാണ്? ഇതിനെ എതിർക്കുന്നവൻ, ഇതിനെ നിഷേധിക്കുന്നവൻ, അവന്റെ ബുദ്ധിയുടെ നിലവാരം എന്തായിരിക്കും? അവന്റെ യുക്തിയുടെ വില എന്തായിരിക്കും, നില എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന, ഒരു ബലാത്കാരവുമില്ലാത്ത, ഒരു നിർബന്ധം ചെലുത്തലുമില്ലാത്ത, അടിച്ചേൽപ്പിക്കലില്ലാത്ത ഇസ്ലാമിന്റെ മഹത്തായ നിയമങ്ങൾ, റബ്ബിന്റെ വസിയത്തുകൾ. വഇദാ ഖുൽതും ഫഅദിലൂ, 7 കാര്യങ്ങളായി. 8ാമത്തെ കാര്യം വഇദാ ഖുൽതും ഫഅദിലൂ, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നീതിയോടെ സംസാരിക്കുക. വലൗ കാന ദാ ഖുർബ, അടുത്ത ബന്ധുക്കളുടെ വിഷയത്തിലാണെങ്കിൽ ശരി, അടുത്ത കുടുംബക്കാർക്ക് വേണ്ടിയാണെങ്കിലും നീതിയോടെ സംസാരിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? തോന്നിവാസം ചെയ്തവൻ, കുറ്റവാളി, തെറ്റ് ചെയ്തവൻ വേണ്ടപ്പെട്ടവരാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ആളുകൾ അവൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അവനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. അവൻ ചെയ്ത കുറ്റത്തെ മൂടിവെക്കാൻ ശ്രമിക്കും. പാടില്ല. ശത്രുവാണെങ്കിലും അവന്റെ പക്ഷത്താണ് നീതിയെങ്കിൽ നീതിയോട് അവന് വേണ്ടി സംസാരിക്കാൻ നമ്മൾ തയ്യാറാവണം. തെറ്റിന്റെ പക്ഷത്ത് കുറ്റവാളിയായി നമ്മുടെ അടുത്ത ബന്ധുവാണെങ്കിലും നീതി സത്യത്തിന് വേണ്ടി സംസാരിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തുന്നതെങ്കിലും അവളുടെ കൈവെട്ടി ഞാൻ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാമിന്റെ മാതൃക. ശത്രുവിനോട് പോലും നീതി കാണിക്കണമെന്ന്, യുദ്ധമുഖത്ത് പോലും അനീതി പ്രവർത്തിക്കരുത് എന്ന് ഇസ്ലാമിലല്ലാതെ മറ്റെവിടെയാണ് ഈ മഹനീയമായ നീതിയുടെ പാഠം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക? കാരണം അൽ അദ്ൽ, നീതിമാൻ എന്ന വിശേഷണമുള്ള റബ്ബ് അവൻ നമുക്ക് നിയമമാക്കിയ ദീനാണിത്, നീതിയുടെ ദീനാണിത്. ഇതിലൊരിക്കലും അനീതി തൊട്ടു തീണ്ടിയിട്ടില്ല. അതുകൊണ്ട് അടുത്ത ബന്ധുക്കളുടെ വിഷയത്തിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നീതി പാലിക്കുക. വബിഅഹ്ദില്ലാഹി ഔഫു, 9ാമത്തെ വസിയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള കരാറുകൾ നിങ്ങൾ പാലിക്കുക. അള്ളാഹു ഹറാമാക്കിയത് മുഴുവൻ നിങ്ങൾ ഒഴിച്ചു നിർത്തുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ വസിയത്തിനെതിരായി പ്രവർത്തിക്കുന്നതെല്ലാം ഹറാമാണ്, നിങ്ങൾ ഒഴിച്ചു നിർത്തുക. അള്ളാഹു നമുക്ക് വസിയത്തായി നൽകിയ കരാറാണ്. അള്ളാഹു ഹറാമാക്കിയത് ഒഴിച്ചു നിർത്തുക. അള്ളാഹുവിനോടുള്ള കരാറിലാണ് ഇത് അംഗീകരിക്കുന്ന ഓരോ മുസ്ലിമും. അള്ളാഹു നിർബന്ധമാക്കിയത് നീ പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ വസിയത്തുകളാണിത്. അള്ളാഹുവിനോടുള്ള കരാർ, അവനോടുള്ള വാക്ക് നീ പാലിക്കുക. ഏത് പടപ്പിനോടുള്ള വാക്ക് പാലിക്കുന്നതിനേക്കാൾ നിന്റെ പ്രഥമ സ്ഥാനവും പരിഗണനയും അതിനായിരിക്കുക. ചില ആളുകൾ വലിയ അഭിമാനത്തോടെ ആളുകൾക്ക് മുമ്പിൽ പറയും, ഞാൻ ഒരൊറ്റ വാക്കാക്ക് പറഞ്ഞവനാണ്, എനിക്കൊരൊറ്റ വാക്കുള്ളൂ, ഞാൻ പറഞ്ഞതാണ്. പടപ്പുകളോട് നാഴികക്ക് 40 വട്ടം അവകാശവാദം ഉന്നയിക്കുന്നതിനപ്പുറത്ത് പടച്ചവനോട് എത്ര വാക്ക് നമ്മൾ തെറ്റിക്കുന്നുണ്ട് ദിവസവും, ദിനം പ്രതി, എത്ര കാലമായി, എത്ര വർഷമായി. അള്ളാഹു വെച്ച് നീട്ടിയ ആയുസിൽ ദിവസവും രാപ്പകലുകളുടെ നീളം റബ്ബിനോടുള്ള വാക്ക് എത്രയാണ് നമ്മൾ ലംഘിച്ചത്? അവന്റെ വസിയത്തുകൾ എത്രയാണ് നമ്മൾ കാറ്റിൽ പറത്തിയത്? പടപ്പുകളോട് വാക്ക് പാലിക്കുന്നവനാണെന്ന് അഭിമാനിക്കുന്നവരെ, പടച്ചവനോട് നിങ്ങൾ കൊടുത്ത വാക്ക് ലംഘിച്ചാൽ അതിനേക്കാൾ വലിയ അക്രമി മറ്റാരുണ്ട്? നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണിത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് വാക്ക് പാലിക്കുന്നതിനേക്കാൾ അള്ളാഹുവിനോടുള്ള വാക്ക്, അള്ളാഹുവിനോടുള്ള കരാർ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എങ്കിലേ സൃഷ്ടികളോട് വാക്ക് പാലിക്കുന്നതിന് നമുക്ക് ഗുണം ലഭിക്കുകയുള്ളൂ, നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടുള്ള നേട്ടം ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. വബിഅഹ്ദില്ലാഹി ഔഫു ദാലികും വസാഖും ബിഹി ലഅല്ലകും തദക്കറൂൻ. 152-ാമത്തെ ആയത്ത് സൂറത്തുൽ അൻആമിലെ ആയത്ത് അല്ലാഹു അവസാനിപ്പിച്ചത്
ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തദക്കറൂൻ. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി, നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടി, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് വസിയത്ത് നൽകിയ കാര്യങ്ങളാണിത്. എത്ര വസിയത്തുകളായി? 9ാമത്തെ കാര്യം. ഇത് അള്ളാഹു വസിയത്താണ്, അവന്റെ വസിയത്താണ് എന്ന് നോക്കൂ. നിങ്ങൾ ഓരോ ആയത്തിന്റെ അവസാനം ആവർത്തിച്ചോർമ്മിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചോ നിങ്ങൾ? ആദ്യത്തെ ആയത്തിന്റെ അവസാനത്തിലും അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വസിയത്താണിത്. ഈ ആയത്തിന്റെ അവസാനത്തിലും അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വസിയത്താണിത്. അള്ളാഹുവിന്റെ വസിയത്താണ് എന്ന് കാരുണ്യത്തോടെ റഹ്മാനായ റബ്ബ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 153ാമത്തെ ആയത്ത്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ഇതാണ് എന്റെ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, മുശ്രിക്കുകളോട്, കുഫാറുകളോട്, സകല നിഷേധികളോടും, ഇസ്ലാമിന്റെ സകല ശത്രുക്കളോടും, സർവ്വ സമൂഹങ്ങളോടും, സർവ്വകാലഘട്ടത്തിലുള്ള സകല പടപ്പുകളോടും പറയുക നബിയെ, തൗഹീദ് അടിത്തറവാകുന്ന, സൃഷ്ടികളിൽ ഏറ്റവും കടപ്പാടുള്ള, മാതാപിതാക്കൾക്ക് സുഹൃതം ചെയ്യുന്ന, അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കുന്ന, വാക്കുപാലിക്കുന്ന, അടുത്തവനോടാണെങ്കിലും കുറ്റവാളിയാണെങ്കിൽ നീതിയോടെ സംസാരിക്കുന്ന, സാമ്പത്തികമായ ക്രമക്കേടുകൾ നടത്താത്ത, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാത്ത, സാമൂഹിക നന്മകൾ വ്യാപകമായി അർഹതപ്പെട്ടവർക്ക് വകവെച്ച് നൽകുന്ന ഇസ്ലാമിന്റെ ഈ മഹത്തായ സന്ദേശം വ്യക്തിഗതമായും ആത്മീയമായും സാമൂഹികമായും ഇസ്ലാമിന്റെ മഹത്തായ നന്മകൾ അലങ്കൃതമാക്കുന്ന ഈ മഹത്തായ ദീനിന്റെ നേരായ സന്ദേശം, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, പറയുക നബിയെ, ഇതാണ് നേരായ എന്റെ മാർഗം. ഫത്തബിഉ, ഈ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം. ഇതാണ് ഇസ്ലാം. എത്ര ലളിതമായാണ് ഇസ്ലാമിനെ വിശദീകരിച്ചത്. ഇതാണ് ഇസ്ലാം. ഈ നേരായ സിറാത്തുൽ മുസ്തഖീമിനെ നിങ്ങൾ പിൻപറ്റുവിൻ. പറയുക നബിയെ, വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. ഈ നേരായ തൗഹീദ് അടിത്തറവാകുന്ന, തൗഹീദിന് പ്രഥമവും പ്രധാനവുമായ പരിഗണന നൽകുന്ന മറ്റു നന്മകൾ അതിനെ തുടർന്ന് അലങ്കൃതമാകുന്ന ഇസ്ലാമിന്റെ ശരിയായ മാർഗം സിറാത്തുൽ മുസ്തഖീം, അതിൽ നിന്ന് വ്യതിചലിച്ച് തെറ്റിച്ചു കളയുന്ന മാർഗങ്ങൾ, വലാ തത്തബിഉ സുബുൽ, ആ മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഇസ്ലാം ഒരൊറ്റ വഴിയാണ്. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഈ ആയത്തിന്റെ അവസാനം അല്ലാഹു പറയാൻ, അല്ലാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകുന്ന കാര്യമാണിത്. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി അല്ലാഹു ഹറാമാക്കിയത് മുഴുവൻ ഒഴിച്ചു നിർത്തുന്ന, അവൻ നിർബന്ധമാക്കിയത് മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്ന, അതാണ് തഖ്വ. തഖ്വയുടെ നിർവചനം അതാണ്. അല്ലാഹു ഹറാമാക്കിയത് എന്തൊക്കെയുണ്ടോ അകറ്റി നിർത്തുക, അല്ലാഹു നിർബന്ധമാക്കിയത് എന്തൊക്കെയുണ്ടോ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഈ തഖ്വയുള്ളവരാകാൻ വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന വസിയത്തുകളാണിത്. ഇതാണ് 10 വസിയത്തുകൾ. സൂറത്തുൽ അൻആമിൽ അടങ്ങിയിട്ടുള്ള അൽ വസായ അൽ അശ്ർ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് സഹാബത്തിനെ പഠിപ്പിക്കുന്ന ഒരു രംഗം ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മണൽ, മസ്ജിദുൻ നബവിയുടെ നിലം, അത് മണൽ വിരിച്ച നിലമാണ്. ഇന്നത്തെ പോലെ കല്ലുവാകിയതോ ടൈൽ വിരിച്ചതോ കാർപ്പറ്റ് വിരിച്ചതോ ആയ നിലമല്ലായിരുന്നല്ലോ അന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മണലിൽ നേരെ ഒരു വര വരയ്ക്കുകയാണ്. ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ, നേരെ ഒരു വര വരച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് വലതും ഇടതുമായി ധാരാളം വരകൾ തലങ്ങനെയും കുറുങ്ങനെയും അവിടുന്ന് വരച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഈ നേരായ മാർഗം, അതാണ് അള്ളാഹുവിന്റെ മാർഗം. അള്ളാഹുവിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരേ ഒരു മാർഗം, സ്ട്രൈറ്റ് വേ, അതാണ് സിറാത്തുൽ മുസ്തഖീം. വഹാദിഹി സുബുൽ, വലത്തും ഇടത്തും ചാഞ്ഞും ചെരിഞ്ഞും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച മറ്റു വരകൾ, വഹാദിഹി സുബുൽ അലാ കുല്ലി സബീലി മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈഹാ, ആ ഓരോ മാർഗത്തിന്റെയും തലപ്പത്ത് അതിലേക്ക് ക്ഷണിക്കുന്ന പൈശാചിക ശക്തികൾ ഉണ്ടാകും, പിശാചുക്കൾ ഉണ്ടാകും, മനുഷ്യ പിശാചുക്കളും ഉണ്ടാകും, സാക്ഷാൽ പിശാചുക്കളും ഉണ്ടാകും. അതെല്ലാം ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന പിഴച്ച മാർഗങ്ങളാണ്. ഇസ്ലാമിന്റെ പേരിൽ രംഗപ്രവേശം ചെയ്യുന്ന മാർഗങ്ങളായിരിക്കും, മുസ്ലിം നാമധേയം ലഭിച്ച പാതകളായിരിക്കും. പക്ഷേ അക്കൂട്ടത്തിൽ ഒരേ ഒരു മാർഗം, അത് സിറാത്തുൽ മുസ്തഖീമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സഞ്ചരിച്ച ഒരേ ഒരു മാർഗം. സഹാബത്ത് ചോദിച്ചില്ല, ഏതാണ് ആ മാർഗം? അവിടുന്ന് മറുപടി പറഞ്ഞു, മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും
ഇന്ന് നിലകൊള്ളുന്ന മാർഗം 14 മുമ്പ് അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നിലകൊണ്ട അതേ മാർഗം, അതിൽ യാതൊരു മാറ്റിത്തിരുത്തലുമില്ലാത്ത തനതായ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം, അതാണ് സിറാത്തുൽ മുസ്തഖീം. എന്നിട്ട് അവിടുന്ന് ആയത്തോതി വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊ വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തെളിവ് കുറിച്ചുകൊണ്ട് ഓതി എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 10 വസിയത്തുകൾ, മഹത്തായ അൽ വസായൽ അശർ, അതാണ് ഈ ആയത്തുകളിൽ സൂറത്തുൽ അൻആമിന്റെ 151 മുതൽ 153 വരെയുള്ള ആയത്തുകളിൽ ഉൾക്കൊള്ളുന്നത്. കിതാബ് തൗഹീദിൽ എന്തിനാണ് ഈ ആയത്ത് ഉൾപ്പെടുത്തിയത്? ശൈഖുൽ ഇസ്ലാം അത് നമ്മൾ പറഞ്ഞു. ഈ ആയത്തിന്റെ തുടക്കത്തിൽ, ഈ വസിയത്തുകളുടെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? തൗഹീദാണ്. അല്ലാ തുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ കൽപ്പിക്കുകയാണ് ഈ വസിയത്തുകളുടെ ഏറ്റവും തുടക്കത്തിൽ, പ്രാരംഭത്തിൽ. അവിടെ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പാഠം പണ്ഡിതന്മാർ പറഞ്ഞു. ഞാൻ നേരത്തെ അതിലേക്കൊരു സൂചന നൽകി. തൗഹീദ് എന്തുകൊണ്ടാണ് ഈ 10 ശ്രേഷ്ഠമായ കാര്യങ്ങളുടെ തുടക്കത്തിൽ തലപ്പത്ത് പറഞ്ഞത്? എന്തിനാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, അത് തൗഹീദ് ഇല്ലെങ്കിൽ ഈ അതിനുശേഷം പറഞ്ഞ മറ്റേത് നന്മയും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ചോദ്യം, അന്യ സമുദായത്തിൽ ജീവിക്കുന്ന, ഇസ്ലാമികേതര സമൂഹങ്ങളിൽ ജീവിക്കുന്ന, വളരെ നന്മ ചെയ്യുന്ന, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സർവാംഗീകൃതനായ ഒരു വ്യക്തി, അയാൾ സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കും. സമാധാനപ്രിയനാണ്, അഹിംസാവാദിയാണ്, രാഷ്ട്രശില്പിയാണ് എന്ന് തന്നെ വിചാരിക്കുക. ഇസ്ലാമിന്റെ ഭാഷയിൽ അയാളുടെ നന്മക്ക് എന്തെങ്കിലും പ്രതിഫലം ലഭിക്കുമോ? ലഭിക്കൂല. അതാണ് മുസ്ലിമിന്റെ വിശ്വാസം. അതാണ് തൗഹീദിന്റെ മേന്മ. അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കാത്തവർ എത്ര നന്മ ചെയ്താലും അത് അസ്വീകാര്യമാണ് അള്ളാഹുവിന്റെ അടുക്കൽ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു തത്വമുണ്ട്. അങ്ങനെ ഇസ്ലാം സ്വീകരിക്കാതെ കുഫറിലായി നന്മകൾ ചെയ്യുന്ന ആളുകൾ, അവരുടെ നന്മകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും. ചിലപ്പോൾ എവിടെ? ദുനിയാവിൽ തന്നെ അവർക്ക് അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകും. എങ്ങനെ? അവർക്ക് പൊതുജന സമക്ഷം ലഭിക്കുന്ന സ്വീകാര്യത, പോപ്പുലാരിറ്റി, ആളുകൾ അവരെ അംഗീകരിക്കുകയും അവർക്ക് അവാർഡ് നൽകുകയും അവരെ സ്വീകരിച്ച് ആനയിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ആളുകൾ അവരുടെ ചുറ്റും തടിച്ചുകൂടുന്ന അനുയായി വൃന്ദങ്ങൾ ഉണ്ടാകപ്പെടുന്ന അവസ്ഥ, അവർക്ക് ദുനിയാവിൽ പൊതുജനങ്ങൾക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യത, അംഗീകാരം, സ്ഥാനം, അവാർഡ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ അവർ ചെയ്ത നന്മകൾക്ക് കൊടുക്കുന്ന പ്രതിഫലമായിരിക്കാം, പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ അതൊന്നും ലഭിക്കാതെ, ആളുകൾക്കിടയിൽ അറിയപ്പെടാതെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഇസ്ലാമികേതര സമൂഹത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അർഹിക്കാത്തത് കൊണ്ട് അള്ളാഹു അവർക്ക് അതിനുള്ളത് കൊടുക്കാതിരിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. ഇവിടെ ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന, കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ അവരിലുണ്ടല്ലോ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും. സ്വയം അറിയപ്പെടാൻ വേണ്ടി ചെയ്യുന്നവർ, അത് അറിയപ്പെടുന്നതിൽ മാത്രം അവരെ ഒതുങ്ങും. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ സ്വതക്കയുടെ നിലവാരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കണമെന്നാണ്. കൊടുക്കുമ്പോഴോ സകല പത്രക്കാരെയും മാധ്യമ പ്രവർത്തകരെയും ഫോട്ടോഗ്രാഫർമാരെയും വിളിച്ചിട്ട് വീടിന്റെ താക്കോൽ ദാനമാണ്. എന്നിട്ടോ പിറ്റേന്ന് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ആരാണ്? അറിയപ്പെട്ട തങ്ങളായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിലെ നേതാവായിരിക്കും. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകി താക്കോൽ ദാനം, മാലോകരം മുഴുവൻ കാണിച്ച് ഫോട്ടോ എടുത്തിട്ട് പിറ്റേന്ന് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ വെണ്ടക്കാക്ഷരത്തിൽ. ഈ ജാതി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ടാകും. ഒരാളും അറിയാതെ രഹസ്യമായി അനേകം കുടുംബങ്ങളെ അവരെ ചെലവ് വഹിച്ച് പോറ്റുന്നവരുണ്ടാകും അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ വ്യത്യസ്ത നിലവാരത്തിലുള്ളവരുണ്ടാകും, അതുപോലെ തന്നെ അപ്പുറത്തുണ്ടാകും. എന്നാൽ കുഫറിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ദുനിയാവിൽ ലഭിക്കുന്ന സ്ഥാനവും അല്ലെങ്കിൽ അംഗീകാരവും എല്ലാം അവർക്കുള്ള
ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകുന്ന പ്രതിഫലമായി മനസ്സിലാക്കാമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതിനപ്പുറത്ത് തൗഹീദില്ലാത്തവരുടെ ഒരു പ്രവർത്തനവും പരലോകത്ത് സ്വീകാര്യമാകുകയില്ല. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. വെളിച്ചമടിച്ചാൽ അതിനിടയിൽ പാറിപ്പറക്കുന്ന ധൂളികളെ പോലെ അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു സ്വീകാര്യതയും പരലോകത്ത് ലഭിക്കുകയില്ല. അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് മതിയാകുകയില്ല. കാരണം എന്താ? എത്ര കാരുണ്യ പ്രവർത്തനം ചെയ്താലും, എത്ര മാതാപിതാക്കളെ സേവിച്ചാലും, എത്ര അനാഥകളുടെയും അഗതികളുടെയും സംരക്ഷകരായാലും ഏറ്റവും വലിയ നന്മയായ തൗഹീദ് അവന്റെ ജീവിതത്തിലില്ല. അള്ളാഹുവിനോടുള്ള ബാധ്യത, അള്ളാഹുവിനോടുള്ള കടമ അവൻ നിറവേറ്റിയിട്ടില്ല. അവനെ പടച്ച അവന്റെ റബ്ബിനോടുള്ള നന്മ, റബ്ബിനോടുള്ള ബാധ്യത അവൻ വീട്ടിയിട്ടില്ല. തൗഹീദ് അവൻ അംഗീകരിച്ചിട്ടില്ല. അള്ളാഹുവിനൊരു സുജൂദ് പോലും ചെയ്തിട്ടില്ല ജീവിതത്തിൽ. ഒരു പുരുഷായുസിനടുത്ത് ഏറ്റവും വലിയ നന്മ നഷ്ടപ്പെടുത്തിയവൻ അതിന് താഴെയുള്ള നന്മകൾ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഏറ്റവും വലിയ തിന്മയിലായിരുന്നവൻ, അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന് നൽകേണ്ടുന്ന ആരാധനകൾ വകവെച്ചു കൊടുത്തവനാണ് അവൻ. മറ്റു തിന്മകളിൽ നിന്നൊക്കെ അകന്നു നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിന്റെ മേന്മയും ശ്രേഷ്ഠതയും ഈ ആയത്തിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു നൽകുന്നു. കുല്ലു മാ ബഅദ തൗഹീദി ലാ യസ്ലുഹു ഇല്ലാ ബിത്തൗഹീദ്. ഇസ്ലാമിൽ ഒരു ഖായിദയാണ്, ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഖായിദയാണ്. തൗഹീദിന് ശേഷമുള്ള എന്തൊക്കെ നന്മകളുണ്ടോ അതെല്ലാം സ്വീകാര്യമാകുന്നത്, നന്മയാകുന്നത് തൗഹീദ് കൊണ്ട് മാത്രമാണ്. തൗഹീദിന് ശേഷമുള്ള എന്തൊക്കെ നന്മകളുണ്ടോ, എന്തൊക്കെ പുണ്യപ്രവർത്തനങ്ങളുണ്ടോ, തൗഹീദ് ഇല്ലെങ്കിൽ അതൊന്നും നന്മയല്ല എന്നാണ്. വഇദാ ഖലാ മിന തൗഹീദി ലം യകുൻ ഇബാദ. ആ നന്മകൾ ചെയ്യുന്ന വ്യക്തിക്ക് തൗഹീദില്ലേ, അള്ളാഹുവിന് മാത്രം ആരാധനകൾ വകവെച്ചു കൊടുക്കുന്ന, അവന്റെ ഏകത്വം അവൻ അംഗീകരിക്കുന്ന തൗഹീദില്ലേ, അവൻ ചെയ്യുന്ന ഒരു ആരാധനയും പിന്നെ ആരാധനയല്ല, ഒരു ഇബാദത്തും ഒരു ഇബാദത്തല്ല, ഒരു നന്മയും നന്മയല്ല. വലാ യൻഫഉൽ അബ്ദ് ഇൻദല്ലാഹി സുബ്ഹാനഹു വ തആല. അള്ളാഹുവെങ്കിൽ അത് സ്വീകാര്യവുമല്ല. ഇതാണ് ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പാഠം. ശരി, 10 കാര്യങ്ങൾ, ഇതിൽ പറഞ്ഞ 10 വസിയത്തുകൾ എന്തൊക്കെയാണ്? ഓരോരുത്തരും ഓരോന്നായി പറയാം. ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റു പാഠങ്ങളാണ് 10 വസിയത്തുകൾ. 1, അള്ളാഹുവിനോടൊന്നും പങ്കു ചേർക്കാതിരിക്കുക, ശിർക്ക് ചെയ്യാതിരിക്കുക, തൗഹീദ് മുറുകെ പിടിക്കുക. 2, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. 3, ദാരിദ്ര്യം ഭയന്ന് മക്കളെ വധിക്കാതിരിക്കുക. 4, പ്രത്യക്ഷവും പരോക്ഷമായ തിന്മകളോട് അടുക്കാതിരിക്കുക. 5, അന്യായമായി ഒരു നഫ്സിനെയും ഒരു മനുഷ്യനെയും വധിക്കാതിരിക്കുക. 6, അനാഥകളുടെ സ്വത്ത് അപഹരിക്കുന്നത് ശ്രദ്ധിക്കുക, അത് മാന്യമായി കൈകാര്യം ചെയ്യുക. 7, അളവിലും തൂക്കത്തിലും നീതി പാലിക്കുക, കൃത്രിമത്വം കാണിക്കാതിരിക്കുക. 8, സംസാരത്തിൽ നീതി പുലർത്തുക. കുടുംബക്കാരോടാണെങ്കിലും അന്യായം പ്രവർത്തിച്ചവരോട് അന്യായം പ്രവർത്തിച്ചവരുടെ വിഷയത്തിൽ നീതി പാലിക്കുക. ശത്രുക്കളോടാണെങ്കിലും അനീതി കാണിക്കാതിരിക്കുക. 9ാമത്തെ കാര്യം, അള്ളാഹുവിനോട് നമ്മൾ ഏറ്റ കരാർ പാലിക്കുക. അള്ളാഹുവിന് നൽകിയ വാക്ക്, അള്ളാഹു നമുക്ക് നൽകിയ കരാർ, അത് നമ്മൾ പാലിക്കുക. സൃഷ്ടികളോടുള്ള വാക്ക് പാലിക്കുന്നതിനപ്പുറത്ത് റബ്ബിനോടുള്ള വാക്കും കരാറും പാലിക്കുക. 10ാമത്തെ കാര്യം, ഈ നേരായ മാർഗം ഇസ്ലാമിന്റെ സിറാത്തുൽ മുസ്തഖീം, അത് പിൻപറ്റുക. അതിൽ നിന്ന് വ്യതിചലിച്ച അനേകം മാർഗങ്ങളുണ്ട്, അതിനെ നമ്മൾ അവഗണിക്കുക. ശരിയായ നേരായ ഇസ്ലാമിനെ കണ്ടെത്തുക. അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അനേകം ഇസ്ലാമിന്റെ വഴികളിൽ ഏറ്റവും ശരിയായ ഇസ്ലാമിന്റെ ഒരേ ഒരു മാർഗം, ഒരു സത്യമുള്ളൂ, സത്യം രണ്ടുണ്ടോ? ഒന്നേ ഉള്ളൂ. ആ ഒരേ ഒരു മാർഗം അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? നമ്മൾ പഠിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ. ഒരു മുസ്ലിമിന്റെ ജീവിതം, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതാണ്. ഏതാണ് ശരിയായ മാർഗമെന്ന് ഈ ബുദ്ധിയും ചിന്തയും കാഴ്ചയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉപയോഗിച്ച് കണ്ടെത്തുക, പഠിക്കുക, തിരിച്ചറിയുക, എന്നിട്ട് അതിലായി ജീവിച്ചു മരിക്കുക. ഇതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം. ഇതാണ് 10ാമത്തെ കാര്യം. ശരി, ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുൽ അൻആമിലെ 10 വസിയത്തുകൾക്ക് പ്രത്യേകം ഗൗരവവും പ്രാധാന്യവും കൽപ്പിച്ചതായി സൂചന നൽകുന്ന ഒരു ഹദീസ് പണ്ഡിതന്മാർ കൊണ്ടുവരാറുണ്ട്. ഇമാം അൽ ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിലും
മറ്റും രേഖപ്പെടുത്തിയിട്ടുള്ള, എന്നാൽ ഈ പറയാൻ പോകുന്ന ഹദീസിന്റെ അടിസ്ഥാനം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസിൽ നമ്മൾ ഈ ചർച്ച ചെയ്ത ആയത്തിലെ 10 വസിയത്തുകളെ കുറിച്ചാണ് പരാമർശം. ആ ആയത്തുകളെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അത് ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ വന്ന റിപ്പോർട്ടാണ്. എന്നാൽ ഈ ആയത്തുകൾ പരാമർശിക്കാതെയുള്ള ബാക്കി ഭാഗങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും അതിന്റെ അടിസ്ഥാനം നമുക്ക് കാണാം. അപ്പൊ സ്വീകാര്യമായ ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മയ്യുബായിഉനി അലാ ഹൗലാഇൽ ആയാത്ത് ثم قرأ قل تعالوا أتل ما حرم ربكم عليكم حتى ختم الآيات 3. ആരാണോ ഈ ആയത്തുകൾ അത് പാലിക്കാമെന്നോട് കരാർ ഏൽക്കുന്നത്, ബൈഅത്ത് ചെയ്യുന്നത്, ഈ ആയത്തുകളിൽ അള്ളാഹു നൽകിയിട്ടുള്ള വസിയത്തുകൾ അത് പാലിക്കാമെന്ന് ആരാണോ എന്നോട് ബൈഅത്ത് ചെയ്യുന്നത്, പ്രതിജ്ഞ എടുക്കുന്നത്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 ആയത്തുകൾ ഓതിയതാണ്. സൂറത്തുൽ അൻആമിലെ 151 മുതൽ 53 വരെയുള്ള ആയത്തുകൾ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഈ ആയത്തുകൾ പൂർണ്ണമായും അവിടുന്ന് ഓതിയതിനു ശേഷം പറഞ്ഞു, ഫമൻ വഫാ ഫഅജ്റുഹു അലല്ലാഹ്. ഈ ആയത്തുകളിലെ അള്ളാഹുവിനോടുള്ള വസിയത്തുകൾ, അള്ളാഹു നൽകിയ വസിയത്തുകൾ, അള്ളാഹുവിനോടുള്ള കരാർ ആരാണോ പാലിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രതിഫലം ഏറ്റെടുത്തിരിക്കുന്നു. വമൻ ഇൻതഖസ ശൈഅൻ അദ്റകഹു അല്ലാഹു ബിഹാ ഫിദ്ദുനിയ കാനത് ഉഖൂബതുഹു. ആരാണോ ഇതിലേതെങ്കിലും കാര്യത്തിൽ വീഴ്ച വരുത്തുന്നത്, ഒരുപക്ഷെ അള്ളാഹു അതിനുള്ള ശിക്ഷ അവർക്ക് ദുനിയാവിൽ നൽകിയേക്കാം. സുബ്ഹാനല്ലാഹ്. ആരാണോ ഈ 10 വസിയത്തുകളിൽ ഏതെങ്കിലും ഒന്ന്, എല്ലാം എന്നല്ല, ഷൈഅൻ ഏതെങ്കിലും ഒരു കാര്യം നിറവേറ്റാതെ ലംഘിക്കുന്നത്, ഒരുപക്ഷെ അവർക്കുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകിയേക്കാം. വമൻ അഖറ ഇലൽ ആഖിറ. ഇനി ആരെയാണ് അള്ളാഹു ആഖിറത്തിലേക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ പിന്തിപ്പിച്ചത്, കാന അംറുഹു ഇലല്ലാഹ്. അവന്റെ കാര്യം അള്ളാഹു ആഖിറത്തിൽ തീരുമാനിക്കും. ഇൻഷാ അഅദബഹു വ ഇൻഷാ ഗഫറ ലഹു. ഒരുപക്ഷെ അവന് തൗഹീദ് ഉണ്ടെങ്കിൽ അള്ളാഹു അവന് പുറത്തു കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിച്ചേക്കാം. അത് അള്ളാഹുവിന്റെ യുക്തിയിൽ അധിഷ്ഠിതമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് നൽകുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഇതിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊന്ന് സമൂഹത്തിലേക്ക് പരിശോധിച്ചു നോക്കുക. ഈ 10 മഹത്തായ കാര്യങ്ങൾ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർക്ക് ദുനിയാവിൽ തന്നെ കിട്ടും. നിരന്തരം അത്തരം ആളുകൾക്ക് ദുനിയാവിൽ അവരുടെ മാതാപിതാക്കളുടെ കാലശേഷം കഴിഞ്ഞാൽ അവരുടെ മക്കളെ കൊണ്ട് ചിലപ്പോൾ കിട്ടും. നമ്മൾ കാണുന്നതാണത്. പാവപ്പെട്ടവരെ, അശരണരെ, സാധുക്കളെ, യതീമുകളെ, അവരുടെ സമ്പത്തിനെ, അവരുടെ അവകാശങ്ങൾ ഹനിക്കുന്നവർക്ക് ദുനിയാവിൽ തന്നെ കിട്ടിയ ചരിത്രങ്ങൾ എമ്പാടും നമുക്കറിയാം. അതുപോലെ തന്നെ അനീതിയും അക്രമവും കൊള്ളയും വഞ്ചനയും പൂഴ്ത്തിവെപ്പും കൃത്രിമത്വവും കാണിക്കുന്ന, സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകൾ കാണിക്കുന്ന, വലിയ സമൂഹത്തിൽ അറിയപ്പെട്ട കോടിപതികൾ, ലക്ഷപ്രഭുക്കൾ, സാമുദായിക നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, അധികാര കസേരകളിൽ ചമ്രം പടിഞ്ഞിരിക്കുന്നവർ, അവർക്കൊക്കെ ദുനിയാവിൽ തന്നെ കിട്ടിയ വഷളായ ചരിത്രം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കണക്ക് ചിലപ്പോൾ ദുനിയാവിൽ തന്നെ തീർത്തു കൊടുക്കുന്നതായി കഥകളും അനുഭവ സാക്ഷ്യങ്ങളും നമുക്കറിയാം. ഇനി ആരെങ്കിലും ആ കൂട്ടത്തിൽ രക്ഷപ്പെട്ട് അഭിമാന പുളകിതരായി തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് അഭിരമിച്ച് കഴിയുന്നവരുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അള്ളാഹു നിന്നെ ആഖിറത്തിലേക്ക് നീട്ടിവെച്ചതാണ്. അവിടെ നിന്ന് റബ്ബ് കണക്ക് തീർത്തു തരും. റബ്ബിന്റെ കോടതിയിൽ ഒരു തട്ടിപ്പിനും, ഒരു വെട്ടിപ്പിനും, ഒരു കള്ളസാക്ഷിക്കും, ഒരു കൈക്കൂലിക്കും, ഒരു സ്വാധീനത്തിനും, ഒരു അധികാരത്തിനും പിൻബലമില്ലാത്ത എല്ലാ രഹസ്യവും പരസ്യമാകുന്ന ലോകത്തെ റബ്ബിന്റെ വിചാരണയെ അവർ ഭയക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വസിയത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ മരണം വരെ നമ്മൾ കുറിച്ചു വെക്കേണ്ടുന്ന മഹത്തായ വസിയത്തുകളാണ്. ഇതാണ് ഈ ഹദീസിൽ നിന്നുള്ള, ഈ ആയത്തുകളിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പാഠം. ഇനി നമുക്കടുത്ത തെളിവിലേക്ക് വരാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ഭാഗം എന്താണ്? ഖാല അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇത്രയും നമ്മൾ വിശദീകരിച്ചത് ആയത്തുകളാണ്. എത്ര ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു? 5 ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു. തത്വത്തിൽ 5 ആയത്തുകളാണെങ്കിലും അതിന്റെ അപ്പുറപ്പുറമായിട്ട് ഒരുപാട് ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു. ഇന്ന് തന്നെ നമ്മൾ 3 ആയത്തുകൾ വിശദീകരിച്ചു. ഒരായത്തിന്റെ ഭാഗമായ 3 ആയത്തുകൾ. ഇനി ഷെയ്ഖ് അവർ കൊണ്ടുവരുന്നത്, ഈ ആയത്തിന് ആദ്യം കേട്ടതാരാണ്? സ്വഹാബത്താണ്. ഈ ആയത്തിനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മനസ്സിലാക്കി? അതാണ് നമ്മൾ നേരത്തെ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു ഹദീസിലൂടെ പറഞ്ഞത്. ഇത്തരം ആയത്തുകളെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മൾ കേട്ടു. അതുപോലെ തന്നെ സിറാത്തുൽ മുസ്തഖീമിനെ വരച്ചു കാണിച്ച നബിയുടെ ഹദീസ് നമ്മൾ കേട്ടു. അവിടുന്ന് ആയത്തോതി നമ്മൾ കേട്ടു. ഇനി ആയത്തുകളെയും ഹദീസിനെയും ആദ്യം കേട്ട അതിന്റെ പ്രൈമറി ഓഡിയൻസ്, ഇതാണ് ഖുർആനും സുന്നത്തും വിശദീകരിക്കേണ്ട രീതി. സാധാരണക്കാർക്ക് വ്യാപകമായി ഉണ്ടാകുന്ന ആശങ്കകൾ, എല്ലാവരും ഖുർആനും സുന്നത്താണല്ലോ പറയുന്നത്, എല്ലാവർക്കും ആയത്ത് ഹദീസ് തന്നെയാണ്, അപ്പൊ ആര് പറയുന്നതാണ് ശരി? നമുക്ക് തോന്നിയവരോടൊപ്പം കൂടുക എന്ന അപകടകരമായ ഒരു ചിന്ത സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. ശരിക്കും ഖുർആനിനെയും സുന്നത്തിനെയും അത് വിശദീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന രീതിശാസ്ത്രം വളരെ വ്യക്തമാണ്. ഖുർആനും സുന്നത്തും അതിനാദ്യം കേട്ടവരാരാണ്? വഹി ഇറങ്ങിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്വഹാബത്താണ്. സ്വഹാബത്തിന് ശേഷം അവരിൽ നിന്ന് ദീൻ പഠിച്ച, റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങളാണ് സ്വഹാബത്തിന് ശേഷം അതിനെ കൃത്യമായി മനസ്സിലാക്കിയത്. താബിഈങ്ങൾക്ക് ശേഷം ആ താബിഈങ്ങളിൽ നിന്ന് സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച, താബിഈങ്ങളിൽ ദീൻ പഠിച്ച അത്ബാഉ താബിഈൻ, താബിഉ താബിഈങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ 3 തലമുറയിൽ നമ്മൾ എണ്ണി പരിമിതപ്പെടുത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 തലമുറ വരെ എണ്ണിയിട്ടുള്ളൂ. അവിടുന്ന് പറഞ്ഞു ഖൈറുൻ നാസി ഖർനി, ഉത്തമ തലമുറ എന്റെ തലമുറ, സ്വഹാബത്ത് ജീവിച്ചിരുന്ന തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ തുടർന്ന് വരുന്നവർ ആരാണവർ? താബിഈങ്ങൾ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ തുടർന്ന് വരുന്നവർ ആരാണവർ? താബിഉ താബിഈൻ. പിന്നെ നബി എണ്ണിയില്ല. ഇവരാണ് ഉത്തമ തലമുറകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവർ. അവരാണ് ഖുർആനിനെയും സുന്നത്തിനെയും ആദ്യം കേട്ട പ്രൈമറി ഓഡിയൻസ്. അവരെങ്ങനെ ഇതിനെ മനസ്സിലാക്കി, അവരെങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ ഇത് കൊണ്ടുവന്നു, അതാണ് ശരിയായ ദീൻ. അതാണ് കറകളഞ്ഞ ദീൻ. അതാണ് 73 കക്ഷികളായി പിരിയുന്നവരിൽ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുന്ന മുസ്ലിം നാമധാരികളിൽ ഒരേ ഒരു വിഭാഗത്തിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനും എന്റെ സ്വഹാബികളും നിലകൊണ്ട മാർഗത്തിൽ എന്നെന്നും നിലകൊള്ളുന്നവർ. ഇതാണ് ശരിയായ ഇസ്ലാം. വളരെ എളുപ്പമാണ് കാര്യം. അപ്പൊ ദീനായി ആരെന്തു പറഞ്ഞാലും നമുക്ക് 3 ചോദ്യങ്ങളാണ്. ഈ പറഞ്ഞതിന് ഖുർആനിൽ തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ നിർത്താം, അള്ളാഹു പറഞ്ഞതുപോലെ. ഇനി ഖുർആനില്ലെങ്കിൽ ഓതന്റിക്കായ സ്വീകാര്യമായ ഹദീസുകളിൽ നിന്ന് തെളിവുണ്ടോ? ഹദീസുകൾ പറയുമ്പോൾ എല്ലാ ഹദീസുകളും നമുക്ക് സ്വീകാര്യമല്ല, ആണോ? ഹദീസുകളിൽ നെല്ലും പതിരുമുണ്ട്. അത് ഹദീസ് നിദാനശാസ്ത്രത്തിന്റെ നിയമങ്ങൾ പാലിച്ച ഹദീസ് വിശാരദന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസുകളുടെ നെല്ലും പതിരും വേർതിരിച്ചിട്ടുണ്ട്. ഉസൂൽ ഹദീസ് എന്ന അത്ഭുതകരമായ വിജ്ഞാനശാഖ ഇസ്ലാമിനുണ്ട്. അത് പഠിച്ചവർക്ക് അതറിയാം. അപ്പൊ ഹദീസുകൾ സ്വീകാര്യമായതാണോ അസ്വീകാര്യമായതാണോ? ചില ഹദീസുകളുടെ പരമ്പരയിൽ ദുർബലതയുണ്ടാകും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഗ്രന്ഥകർത്താവ്, ഇമാം ബുഖാരി ആണെങ്കിൽ ഇമാം ബുഖാരി ഒരു ഹദീസ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുവെങ്കിൽ ബുഖാരിയിൽ നിന്ന് ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദ് അങ്ങനെ പോയി താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ, താബിഈങ്ങൾ, സ്വഹാബി, പിന്നെ റസൂൽ, ഇങ്ങനെ ബുഖാരിയിൽ നിന്ന് റസൂലിലേക്ക് നീളുന്ന പരമ്പരയുണ്ടാകും. ഈ പരമ്പരയിൽ ഓരോ വ്യക്തികളും ഓരോ കണ്ണികളും അവർ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. അവർ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇനി കണ്ടുമുട്ടിയാൽ തന്നെ ഇതിലേതെങ്കിലും ഒരു വ്യക്തിക്ക് മറവിയുണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധയുണ്ടോ? ഒരാടിനെ ഇല നീട്ടിയിട്ട് ആടത് കടിക്കാമെന്നപ്പോ ആ ഇല പിൻവലിച്ച ഒരാളിൽ നിന്ന് മാസങ്ങളോളം യാത്ര ചെയ്ത് ഒരു ഹദീസ് കേൾക്കാൻ പോയപ്പോൾ അത് സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനെ സൂക്ഷ്മമായി കൃത്യമായി അതിലെ ഓരോ കണ്ണികളെയും പണ്ഡിതന്മാർ അവരുടെ നിലവാരമനുസരിച്ച് അവരുടെ ഓർമ്മശക്തി, അവരുടെ ഗ്രാഹ്യശക്തി, അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ പേടി, അവരുടെ ധാർമ്മികത, അവരുടെ വൈജ്ഞാനികമായ നിലവാരം, സത്യം, നീതി, ഇങ്ങനെ സ്വഭാവം, പെരുമാറ്റം, ഇതെല്ലാം പരിഗണിച്ചിട്ട് മുഹദ്ദിസുകൾ ഈ ഹദീസുകളുടെ പരമ്പരയിൽ വരുന്ന പുരുഷന്മാരെ, റിജാലുകളെ അവരെ വേർതിരിച്ചിട്ടുണ്ട് വ്യത്യസ്ത പദവികളായി. അതിൽ അസ്വീകാര്യരുണ്ട്. അവരാരെങ്കിലും ഈ പരമ്പരയിൽ വന്ന ആ ഹദീസ് ദഈഫാവും. ചിലപ്പോൾ അതിന്റെ ആശയം സ്ഥിരപ്പെട്ടിട്ടുണ്ടാകും. എന്നിരുന്നാലും ആ ഹദീസ് അതിന്റെ പരമ്പര മുറിഞ്ഞു എന്നുകൊണ്ട് അതിലേതെങ്കിലും ഒരാൾക്ക് ഒരു മറവിയുള്ള ആളെന്ന് വിലയിരുത്തപ്പെട്ടാൽ ആ ഹദീസ് ദുർബലമാകും. ഇങ്ങനെ എത്ര മഹനീയമായി, എത്ര കൃത്യമായി, എത്ര കണിശമായി, എത്ര വ്യവസ്ഥാപിതമായിട്ടാണെന്നറിയോ ഹദീസുകൾ നമ്മുടെ കരങ്ങളിൽ എത്തപ്പെട്ടിട്ടുള്ളത് മുഹദ്ദിസുകളിലൂടെ. ഇത് ചില്ലറ കാര്യമല്ല. ഇതിനെ പരിഹസിക്കുന്നവരുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹദീസുകൾ അങ്ങനെ ഉണ്ടാകും. ചില ഹദീസുകൾ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ പ്രചാരം നേടിയിട്ടുള്ള ഇവിടുത്തെ യാഥാസ്ഥിക പുരോഹിതന്മാർ നാഴികക്ക് 40 വട്ടം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത് പറയുന്ന പലതും ഈ സനദ് പോലും ഇല്ലാത്തതാണ്. ഒരഡ്രസ്സുമില്ലാത്ത വാറോലകൾ, കെട്ടിച്ചമച്ച കള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള ആരോപണങ്ങൾ,
ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റുറപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ താക്കീതിനിരയാകുന്ന പരാമർശങ്ങൾ. അതുകൊണ്ട് ഹദീസുകളുടെ കൂട്ടത്തിൽ ഈ നെല്ലും പതിരും വേർതിരിച്ചേ നമ്മൾ സ്വീകരിക്കാവൂ. റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെട്ട അനിഷേധ്യമായ ഹദീസുകളാണോ സ്വീകരിക്കണം. ശരി, അപ്പൊ ആയത്തിലുണ്ട്, ഓതന്റിക്കായ സ്വീകാര്യമായ ഹദീസുകളുണ്ട്. നിർത്തണോ? നമ്മുടെ ചോദ്യം നിർത്തണോ? നിർത്തരുത്. അവിടെ നിർത്തുമ്പോഴാണ് പ്രശ്നം. ഈ ആയത്തിൽ നിന്ന് നിങ്ങൾ ഈ മനസ്സിലാക്കിയതുപോലെയാണോ അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചത്? സ്വഹാബത്തിന് ആദ്യം കേട്ട സ്വഹാബത്ത് എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയത്? അവരിങ്ങനെയാണ് ഇതനുസരിച്ച് പ്രവർത്തിച്ചത്? ചോദിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഇത് നമ്മുടെ ദീനാണ്, നമ്മുടെ ജീവനേക്കാൾ വിലപിടിപ്പുള്ള ദീനാണ്. അതാരിൽ നിന്ന് സ്വീകരിക്കും നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഹദീസ്, ആ ഹദീസ് അറബി അറിയുന്ന അറബി മുൻഷിക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ വകുപ്പുണ്ടോ? അവിടെ നമ്മൾ ഇത്ര ഗ്രന്ഥങ്ങൾ അവലംബിക്കുന്നത്. ഇത് ആദ്യം കേട്ട സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും അവർ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, വായിച്ചെടുക്കേണ്ടത് എന്നുറപ്പിക്കാനാണ് ഇസ്ലാമിക ലോകത്തെ അമൂല്യമായ ഗ്രന്ഥങ്ങൾ, ഇമാമിങ്ങൾ രചിച്ച, ഇസ്ലാമിന്റെ അയിമ്മത്തുകൾ രചിച്ച കിതാബുകൾ, വഹിയിറങ്ങിയ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഭാഷയിൽ അറബിയിൽ വിരചിതമായ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ, വോള്യക്കണക്കിന് ഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ സൂക്ഷിക്കണം. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ അറിവുകൾ ഓരോന്നും നമ്മുടെ ദീനാണ്. ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും, ഈ ദീൻ നമ്മൾ ആരിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഈ ഹദീസുകളെ, ഈ ആയത്തുകളെ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, ഇതിനാദ്യം കേട്ടതിന്റെ പ്രൈമറി ഓഡിയൻസ് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വിശദീകരിക്കാനാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അസർ. സ്വഹാബത്തിൽ നിന്ന് ഇങ്ങോട്ട് താബിഈങ്ങളും താബിഈങ്ങളും പറഞ്ഞ സംസാരങ്ങൾക്ക് എന്താണ് പറയാ? അസറുകൾ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസുകൾ എന്ന് പറയും. അവിടുന്ന് അങ്ങോട്ട് സ്വഹാബികളും താബിഈങ്ങളും സലഫു സ്വാലിഹീങ്ങളും പറഞ്ഞ വാക്കുകൾക്ക് ആസാറുകൾ എന്ന് പറയും. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അസറാണ് ശേഷം ഇവിടെ ശൈഖ് കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നു, ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ശരിക്കുള്ള പേരെന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഇബ്നു ഗാഫിൽ ഇബ്നു ഹബീബ് അൽ-ഹുദലി. സഹാബികളുടെ കൂട്ടത്തിൽ ആദ്യ മുസ്ലിമീങ്ങളിൽ എണ്ണപ്പെടുന്ന, ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മുൻകാല സ്വഹാബികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന, സ്വഹാബികളിലെ പണ്ഡിത ശ്രേഷ്ഠരിൽ മുതിർന്ന ഉലമാക്കളിൽ എണ്ണപ്പെടുന്ന മഹാനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബിയോട് തുടക്കം മുതലേ സഹവസിച്ച, നബിയോട് ഒട്ടിനിന്ന മഹാനായ സ്വഹാബി. ഹിജ്റ 32 അദ്ദേഹം മരണപ്പെട്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ അറാദ അൻ യൻദുറ ഇലാ വസിയ്യത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി അലൈഹാ ഖാതമു ഫൽയഖ്റ ഖൗലഹു തആല ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും ഇലാ ഖൗലിഹി തആല വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊ. ആരാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുദ്ര പതിഞ്ഞ അവിടുത്തെ വസിയ്യത്ത് കാണാൻ, വീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർ സൂറത്തുൽ അൻആമിലെ ഈ ആയത്തുകൾ ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും എന്ന് തുടങ്ങി വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് തുടങ്ങുന്ന 151 മുതൽ 153 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യട്ടെ. എങ്ങനെ? അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയ്യത്ത്, അവിടുത്തെ അന്തിമ വസിയ്യത്ത്, അവിടുത്തെ മുദ്ര പതിഞ്ഞ വസിയ്യത്ത്, അത് കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ സൂറത്തു അൽ അൻആമിലെ ഈ 10 വസിയ്യത്തുകൾ അടങ്ങുന്ന ആയത്തുകൾ അവർ പാരായണം ചെയ്യട്ടെ എന്ന് അദ്ദേഹം പറയാൻ. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും വസിയ്യത്ത് എഴുതി സീൽ വെച്ച് ഉമ്മത്തിന് കൈമാറിയിട്ടുണ്ടോ? ഇല്ല, അതൊരിക്കലും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വസിയ്യത്ത് നൽകണമെന്ന് സ്വഹാബികൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സ്വഹാബികളിൽ ആരും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസിയ്യത്ത് അന്തിമ വസിയ്യത്തായി കൈമാറിയതായി പറയുന്നില്ല. ഒരുപാട് റസൂലുള്ളാഹിയുടെ വസിയ്യത്തുകൾ ഹദീസുകളിൽ കാണാം. പക്ഷെ അവിടുത്തെ അന്തിമ വസിയ്യത്തായി പ്രത്യേകം എന്തെങ്കിലും എഴുതി കൊടുത്ത മുദ്ര വെച്ചൊരു വസിയ്യത്ത് നമുക്ക് കാണുന്നില്ല. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് പറയാനൊരു സാഹചര്യം ഉണ്ടായെന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, സ്വഹാബികളുടെ കൂട്ടത്തിൽ അതിശ്രേഷ്ഠനായ മറ്റൊരു പണ്ഡിത വ്യക്തിത്വം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഇന്നർ റസിയ്യത കുല്ലുർ റസിയ്യ. ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മാ ഹാല ബൈനനാ വബൈന അൻ യക്തുബ ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യതഹു. നമുക്ക് നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങളിൽ, മുസീബത്തുകളിൽ ഏറ്റവും വലിയ മുസീബത്ത്
ഏറ്റവും വലിയ ദുരന്തം, അള്ളാഹുവിന്റെ റസൂൽ ഒരു വസിയത്ത് എഴുതി മുദ്ര വെച്ച് നമുക്ക് തരുന്നതിന് മുമ്പ് അവിടുന്ന് നമ്മോട് വിട പറഞ്ഞുപോയി. നബി ഒരു വസിയത്ത് എഴുതി അവിടുത്തെ അന്തിമ ഉപദേശമായി എഴുതിയൊരു വസിയത്ത് തരാതെ അവിടെ നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയി. ഇത് നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന് സഹാബിയായ ഇബ്നു അബ്ബാസ് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് പറയാണ്, ഫദക്കറഹും ഇബ്നു മസ്ഊദ് അന്ന ഇൻദഹും മിനൽ ഖുർആനി മാ യക്ഫീകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയത്ത് പോലെ മുദ്ര പതിഞ്ഞ മഹത്തായ വസിയത്ത് നമുക്ക് അവിടുന്ന് കൈമാറിയിട്ടുണ്ട്. അത് കാണണമെങ്കിൽ മൻ അറാദ അൻ യൻദുറ ഇലാ വസിയത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലത്തി അലൈഹാ ഖാതമ ഫൽയഖ്റ ഖൗലഹു സുബ്ഹാനഹു വതആല. ഈ ആയത്തുകൾ നീ പാരായണം ചെയ്യൂ, അതിലുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വസിയത്ത് എന്നാണ്. അപ്പൊ എന്താണ് പറഞ്ഞതിന്റെ കാര്യം? നബി അങ്ങനെ വസിയത്ത് എഴുതി. റസൂലുള്ളാഹിന്റെ ഖാത്തം എന്ന് പറഞ്ഞ നബിയുടെ മോതിരം, നബിയുടെ മോതിരത്തിന്മേൽ നബിയുടെ സീലുണ്ട്. അള്ളാഹുവിന്റെയും അവിടുത്തെയും പേരെഴുതിയ ഒരു സീലുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരത്തിൽ. ആ മോതിരം വെച്ചിട്ടാണ്, കല്ല് പതിപ്പിച്ച മോതിരാണ് വെച്ചിട്ടാണ് നബി എന്ത് ചെയ്യുക, എഴുത്തും കുറിപ്പടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സീല് വെക്കുക. അവിടുത്തെ ഒപ്പായി, അവിടുത്തെ തൗഖീആയി, അവിടുത്തെ മുദ്രയായി വെക്കുക. അങ്ങനെ മുദ്ര പതിപ്പിച്ച് നബി ഒരു വസിയത്ത് എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ഇവിടെ ഇബ്നു മസ്ഊദ് പറഞ്ഞതിന്റെ അവഗാഹം എന്താണ്? ഇബ്നു മസ്ഊദ് പറഞ്ഞ രഹസ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വസിയത്ത് ചെയ്തതല്ലാതെ അവിടുന്ന് വസിയത്തില്ല. ഇത് അള്ളാന്റെ വസിയത്താണ്. ഈ മൂന്നായത്തുകളുള്ള 10 വസിയത്തുകൾ അള്ളാന്റെ വസിയത്തുകളാണ്. അള്ളാഹു എന്തെല്ലാം വസിയത്ത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് നൽകിയ വസിയത്താണ്. അള്ളാഹുവിന്റെ വസിയത്തുകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ്. കാരണം എന്താ? അത് ഉമ്മത്തിനെ കേൾപ്പിച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നബിയുടെ അന്തിമ വസിയത്തായി സൂറത്തു അൽ അൻആമിലെ ഈ 10 വസിയത്തുകൾ നമുക്ക് മതിയാകും. മാത്രവുമല്ല ഇബ്നു മസ്ഊദ് ഈ ആയത്തുകൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ലഅന്നഹാ ജവാമിഉൽ ഖൈറാത്ത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വസിയത്തുകളാകുന്ന ഈ 10 കാര്യങ്ങൾ ഇസ്ലാമിലെ സർവ്വ നന്മകളും അത് സംക്ഷിപ്ത രൂപത്തിൽ വ്യാപകമായി സമഗ്രമായി ഉൾക്കൊള്ളിച്ച 10 വസിയത്തുകളാണ്. എല്ലാ രംഗത്തുമുള്ള നന്മകൾ ഉൾക്കൊള്ളിക്കുന്ന മഹത്തായ വസിയത്തുകളാണിത്. അതുകൊണ്ടാണ് ഈ വസിയത്തിനെ പ്രത്യേകം അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഈ അസർ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ അസർ, ഇത് ഓതന്റിക്കായി സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിഷയത്തിൽ പൗരാണികരും ആധുനികരുമായ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പരമ്പര, ഇതിന്റെ ആശയം ഖണ്ഡിതമാണ്. കാരണം എന്താ? ഈ വസിയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ വസിയത്താണ്. ഇതിന്റെ ആശയം അസ്വീകാര്യമാണോ സ്വീകാര്യമാണോ അതിന്റെ ഒരു സംശയത്തിന്റെ ലാഞ്ചന പോലും വേണ്ട. കാരണം എന്താ? ഹദീസിലും ആയത്തിലും വ്യാപകമായി സ്ഥിരപ്പെട്ട ആശയമാണത്. എന്നാൽ ഇബ്നു മസ്ഊദ് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നിടത്താണ് ചർച്ച. ഇബ്നു മസ്ഊദിലേക്ക് എത്തുന്ന പരമ്പരയിൽ എന്തെങ്കിലും ദൗർബല്യമുണ്ടോ എന്ന വിഷയത്തിൽ ഹദീസ് വിശാരദന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആധുനികരായ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയെ പോലെയുള്ള ചിലർ ഇതിന് ലൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുകയും ഷെയ്ഖ് അൽബാനിയുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരിക്കുകയും ചെയ്ത പണ്ഡിതന്മാർ ഇത് സ്വീകാര്യമായി സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടു കൂട്ടരും രണ്ടു പരമ്പരയിലൂടെയാണ് അതിനെ മനസ്സിലാക്കിയത്. ഇതിൽ ദുർബലനായ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നിടത്തുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ ആരെങ്കിലും കേട്ടാൽ ആശയക്കുഴപ്പമില്ലാതിരിക്കാൻ പറഞ്ഞതാണ്. എന്നിരുന്നാലും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഇതിവിടെ കൊണ്ടുവന്നത് എന്തിനാണ്? സ്വഹാബത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇതിന്റെ ആശയം അത് അസ്വീകാര്യമാകാത്ത അനിഷേധ്യമായ മുഹ്കമായ ആയത്തുകളുടെ പാഠമായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഇതിന്റെ ദുർബലത അത് ആർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കാലത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ കണ്ടെത്തലിൽ ഇത് സ്വീകാര്യമായ കുറ്റമറ്റ പരമ്പരയിൽ സ്ഥിരപ്പെട്ടതായിരിക്കണം എന്നതാണ്. എന്തായാലും ഈ ഹദീസ്, ഈ ആയത്തുകൾ, ഈ അസർ ഇസ്ലാമിലെ മഹത്തായ 10 വസിയത്തുകൾ, അള്ളാഹുവിന്റെ വസിയത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിന്റെ തലപ്പത്ത് തൗഹീദാണ്. ഒന്നുകൂടി പറയട്ടെ, ഈ ആയത്തിന്റെ അവസാനം തൗഹീദാണ്. ഈ 10 വസിയത്തുകൾ അവസാനവും തൗഹീദാണ്. തുടക്കം തൗഹീദാണ്, അല്ലാ തുശ്രികൂ ബിഹി ശൈഅ. അതിൽ സംശയമല്ല. ഇതിന്റെ അവസാനം, ഈ വസിയത്തുകൾ അവസാനം സൂറത്തുൽ അൻആമിന്റെ 153-ാമത്തെ ആയത്ത് അവസാനിക്കുന്നതും തൗഹീദ് കൊണ്ടാണ്. എങ്ങനെ? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് നേരായ മാർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നേരായ മാർഗം, ആ നേരായ മാർഗത്തിന്റെ അമ്പിയാക്കളുടെ, മുർസലീങ്ങളുടെ നേരായ മാർഗത്തിന്റെ അടിത്തറ എന്താണ്? തൗഹീദാണ്. തൗഹീദ് എല്ലാ അമ്പിയാക്കളുടെയും ദീനൊന്നാണ്, ആദർശമൊന്നാണ്. അതെന്താണ്? തൗഹീദാണ്. അവരുടെ നിയമങ്ങളിലും വിധിവിലക്കുകളുടെ വിശദാംശങ്ങളിലും വ്യവസ്ഥിതികളിലും വ്യത്യാസമുണ്ടെങ്കിലും അവരുടെ ദീനിന്റെ അടിത്തറ ഒന്നാണ്. അതാണ് സിറാത്തുൽ മുസ്തഖീം, അതാണ് തൗഹീദ്.
അതാണ് കലിമത്തു ഷഹാദയുടെ താല്പര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം. അപ്പൊ ഈ വസിയത്തുകൾ അവസാനിക്കുന്നതും തൗഹീദിലാണ്, തുടങ്ങുന്നതും തൗഹീദിലാണ്. هذا والله تعالى اعلم وصلى الله وسلم وبارك نبينا محمد وعلى اله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.